أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله، ألا بذكر الله تطمئن القلوب. قال الله عز وجل: لا يزال لسانك رطبا من ذكر الله. حبيب الورى رسول الله، مصطفى الورى رسول الله، شفيع الورى رسول الله. يا خير من دفينت بالقاء عظمه، فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى. يا واسع الكرم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بذكر الله تنمحق الذنوب وتنفتح البصائر والقلوب، وذكر الله أفضل كل. قال الحبيب والإله. ഏറെ ആദരണീയരും ബഹുമാന്യരും നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വവും നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ ഈ മഹത്തായ ദിക്ർ മജ്‌ലിസിൻ്റെ എല്ലാമായ നമ്മുടെ സാരഥിയും എല്ലാത്തിനേക്കാളുപരി ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പരമ്പര, അഹ്ലുബൈത്ത് കുടുംബത്തിലെ, തങ്ങൾ കുടുംബത്തിലെ, സയ്യിദ് കുടുംബത്തിലെ മഹാനരായ കാരണവർ, മഹാനരായ സയ്യിദ് ഹാജി അബൂബക്കർ അൽ ഹാദി തങ്ങൾക്കുമായി എനിക്ക് മുമ്പ് ഹ്രസ്വമാണെങ്കിലും വളരെയധികം അർത്ഥഗർഭമായ ആത്മീയ ഭാഷണം നടത്തിയ മഹാനരായ സയ്യിദ് ഹാദി തങ്ങൾ, സയ്യിദ് ഹാമിദ് തങ്ങൾ മഞ്ചേശ്വർ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ സംഗമം, ഈ ദിക്ർ മജ്‌ലിസ്, ഈ ആത്മീയ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട പരമലായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ മജ്‌ലിസിന്റെ ഫലം അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന് വലിയ നേതൃത്വം നൽകുന്ന മഹാനരായ സയ്യിദ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും
നേതൃത്വം കൊടുക്കുന്നവർക്കും, പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് വേണ്ടി നാളേറെയായി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, ത്യാഗം ചെയ്തവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി, അവൻ്റെ തഅത്തിലായി, അവൻ്റെ ഇബാദത്തിലായി, ഇൽമുൻ നാഫിയിൻ്റെ ഖിദ്മത്തിലായി, സുന്നത്ത് ജമാഅത്തിൻ്റെ ഈമാനിലായി, മഹാന്മാരോടുള്ള മഹബത്തിലായി, സുഹബത്തിലായി, ദിക്റ് ചൊല്ലുന്ന നാവിലായി അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടാനോ മറ്റോ സമയമില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇതേ മജ്ലിസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഏവരുടെയും പ്രതീക്ഷയായിട്ടുള്ള അനവധി കശ്ഫ് കൊണ്ട്, കറാമത്ത് കൊണ്ട്, ഗുണഫലങ്ങളെ കൊണ്ടറിയപ്പെട്ട മഹത്തായ ജലാലിയ റാത്തിബ് ഇവിടെ നടക്കാനുള്ളത്. അതുകൊണ്ട് പരമാവധി ഒരു 3/4 മണിക്കൂർ, ഏറിയാൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു സാരോപദേശം നൽകണമെന്നാണ് സംഘാടകർ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നെ പോലെയുള്ള അറിവ് കുറഞ്ഞ വേളന്മാർക്ക് ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മദ് നീട്ടാനുള്ള സമയമാണ്. ഒരു മദ് ആര്യലോ മദ് ലീനോ മദ് ഇങ്ങനെയുള്ളതിന് മാത്രം സമയം മതിയാവുന്നൊരു നേരമാണ്. അത് എവിടെ എത്തും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വലിയ വേലക്കാരല്ല, വലിയ പണ്ഡിതന്മാരല്ല. എന്നാലും ഒരു വിഷയം എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്നതിന് ഒരു സമയം വേണമല്ലോ. ഇത് പരിമിതമാണ് എന്നറിയാം. കാരണം അത് പിന്നെ ചുറ്റുഭാഗത്ത് തന്നെ വേറെ പരിപാടികളും ഉറൂസുകളൊക്കെ നടക്കുന്നത് കൊണ്ടും അതിനേക്കാളുപരി നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ്, ഈ പ്രഭാഷണം കഴിഞ്ഞ് ഈ മഹത്തായ സദസ്സിൽ തന്നെ ഈ 100 കണക്കിന് വിശ്വാസികളെയും കൂട്ടിയിട്ട് വളരെയധികം മഹത്വമേറിയ ആത്മീയ മജ്ലിസ് ജലാലിയ റാത്തിബ് നടക്കാനുള്ളത് കൊണ്ട് നീട്ടിപ്പരത്തി പറയാൻ സമയമില്ല. ഏതുവാകട്ടെ, അൽഹംദുലില്ലാ, മഹാനരായ തങ്ങളോടൊപ്പം നല്ലവരായ നിങ്ങളോടൊപ്പം ഒരിത്തിരി നേരം കൂടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അവസരം തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു. സൗകര്യം തന്ന സംഘാടകരെ അഭിനന്ദിക്കുന്നു. അള്ളാഹുവിൻ്റെ ലോകത്ത് ചെറിയ കാലം മാത്രം ജീവിക്കാൻ ഭാഗ്യം നൽകപ്പെട്ടവരാണ് നമ്മളൊക്കെ. പൂർവ്വകാലത്തുള്ള ജനങ്ങൾ ജീവിച്ചതുപോലെ 500 കൊല്ലം 1000 കൊല്ലമൊന്നും ജീവിക്കാനുള്ള യോഗമോ ഭാഗ്യമോ നമുക്കില്ല. ചെറിയ ആയുസ്, ചെറുതെന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുത്. അതും ഗ്യാരണ്ടിയില്ല. എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ്, ഏത് കോലത്തിലാണ് മരിക്കുക എന്ന് ഒരാൾക്കും തിട്ടമല്ല. ഇന്ന് ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ ശബ്ദമെടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ പരിപാടി കഴിഞ്ഞു പോകുമോ എന്ന ഒരു ഗ്യാരണ്ടി, അതല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോകുമോ എന്നുള്ളൊരു ഭറവസ, ആ ഒരു ഗ്യാരണ്ടി, ആ ഒരു പ്രതീക്ഷ നമുക്കാർക്കുമില്ല. നമ്മളത് മായാലോകത്താണ്, ഞങ്ങൾ ഏതോ ഒരു സ്വപ്നലോകത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പല മനോകോട്ടകളും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. നാളെ അങ്ങനെ ആക്കണോ, മറ്റു നാടെ പോകണം, അതിൻ്റെ മറ്റൊന്ന് അയാളെ കാണണം, അതിൻ്റെ മറ്റൊന്ന് അങ്ങനെ ആക്കണം എന്നൊക്കെ ഞങ്ങൾ എത്രയോ ദിവസങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി തീരുമാനിക്കുന്നത് ഞങ്ങളൊരു മായാലോകത്തായതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ പരിമിതമായ ആയുസ്സാണ്. അത് എവിടെ തീരും, എപ്പോൾ തീരുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലാഹു തആല അവനിലേക്ക് വിളിക്കുന്ന നേരം ഞങ്ങളെ കാമിലായ ഈമാനോടുകൂടി അല്ലാഹു ഞങ്ങളെ ഏറ്റെടുക്കട്ടെ. മരണവേദനയിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ബാധ്യതകളെല്ലാം തീർത്തിട്ട് അല്ലാഹു തആല ഞങ്ങളെ ഖൈറിലാക്കട്ടെ. ബഹുമാനികളെ, ദിക്റിന്റെ മജ്ലിസാണ്. ദിക്റ് എന്നത് ഒരു വിശ്വാസിക്ക് ഒരു ആനന്ദമുള്ളൊരു കാര്യമാണ്. യഥാർത്ഥ മുഅ്മിനായൊരു മനുഷ്യൻ, നല്ലവനായൊരു മുഅ്മിൻ, കേവലം റെഡിമെയ്ഡ് ലോക്കൽ മുഅ്മിനല്ല. ആധാർ കാർഡിലും ഐഡന്റിറ്റി കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും മുഅ്മിനായ ഞങ്ങളെപ്പോലെയുള്ളവരല്ല, എന്നെ പോലെയുള്ളവരല്ല. യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദിക്റ് എന്നത് അയാൾക്കൊരു ഭക്ഷണമാണ്. അയാളെ നാവ് ദിക്റിൽ നിന്ന് ഒഴിവാവില്ല. എല്ലാ നേരത്തും അയാൾ ചുണ്ടിൽ ദിക്റിന്റെ മന്ത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അയാൾക്ക് ദിക്റിനെ മറക്കാൻ കഴിയില്ല. ദിക്റുമായിട്ട് അയാൾ ഏർപ്പെടുന്നു, ദിക്റുമായിട്ട് അയാൾ അങ്ങനെ ശുഗലാകുന്നു എന്ന് പറയുമ്പോൾ അയാൾ അള്ളാഹുമായിട്ടാണ് സംഗമിക്കുന്നത്, സംസാരിക്കുന്നത്, ബന്ധപ്പെടുന്നത് എന്നാണ് അതിനർത്ഥം. അയാൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നു, അതിലയാൾ സമാധാനം കണ്ടെത്തുന്നു, അതിലയാൾ റാഹത്ത് കണ്ടെത്തുന്നു, അതിലയാൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. അൽഹംദുലില്ലാഹ്, അങ്ങനെയുള്ള എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ആത്മീയ മജ്ലിസാണ് മഹാനരായ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആത്മീയ മജ്ലിസ്. ഇവിടെ എത്തിയിട്ടാകുമ്പോഴാണ് മഹാനരായ സയ്യിദ് അവറുകൾ പറഞ്ഞത്, പണ്ടൊരിക്കൽ നിങ്ങളുടെ വന്നിന് എന്ന്. അൽഹംദുലില്ലാഹ്, അത് കേട്ടപ്പോൾ സന്തോഷമായി. അല്ലാഹു തആല നമ്മുടെ വരവും പോക്കും അവൻ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനം അല്ലാഹു ഇഖ്ലാസ് ഉള്ളതാക്കട്ടെ. സമയം നീട്ടുന്നില്ല, മറ്റുള്ള വിഷയങ്ങളൊന്നും നീട്ടുന്നില്ല. സമയം പരിമിതമാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് സമയം പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ദിക്റിലൂടെ ആനന്ദം കണ്ടെത്തുക അത് വിശ്വാസികളുടെ ലക്ഷണമാണ്. ദിക്റിലൂടെ പരിഹാരം തേടി പോവുക എന്നത് മുഅ്മിനിന് ഏറ്റവും നല്ല കാര്യമാണ്.
ദിക്റുമായിട്ട് ഒരാൾ ബന്ധപ്പെടുന്നെങ്കിൽ അയാളെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ദിക്റുമായിട്ട് ഒരാൾ ബന്ധപ്പെടുമ്പോൾ അയാൾക്ക് നിത്യശാന്തിയുണ്ട്. ദിക്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അയാൾക്ക് എപ്പോഴും അള്ളാഹുമായിട്ട് ബന്ധപ്പെടാനുള്ള ഈ ഒരു അവസരമുണ്ടാകുന്നു. അയാൾ ഹൃദയത്തിന് സമാധാനമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനം വേണോ? പ്രക്ഷുബ്ധമായ വാതാവരണം, കെണ്ടമുജിതത്തഹ വാതാവരണം, അതല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു വാതാവരണം, ഒരുപാട് സമസ്യകളുള്ള ഒരു വാതാവരണം, എണ്ണിയാൽ തീരാത്ത നാർന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങളുള്ള ഒരു അവസ്ഥ, ഇത് നമുക്കുണ്ടാകുമ്പോ സമാധാനമുള്ളൊരു മാർഗം, അതിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു മാർഗം, അതിൽ നിന്ന് മോചനം തേടാനുള്ള ഒരു മാർഗം ബിദിക്രില്ല, അല്ലാഹുവിന്റെ ദിക്ർ ഒന്ന് മാത്രമാണ്. മുസ്തഫ റസൂലുള്ളാഹി പറ, നിങ്ങ ദിക്ർ സലാത്ത് ഇതിലെല്ലാം കുറച്ച് ഉഷാർ വേണം. അതിൻ്റെ തന്നെയാണല്ലോ വയല്. ഷീറിന് ഇത്ര കിട്ടും, അല്ലെങ്കിൽ മാസിക വന്തിക്ക് ഇത്ര ഉണ്ട്, അത് ഇതല്ല വിഷയം. ഇത് ദിക്ർ തന്നെയാണ്. ഏറ്റവും വലിയ ദിക്റാണ് സലാത്ത്. പിന്നെ ബാക്കി അപ്പൊ നിങ്ങൾ സലാത്ത് ചെല്ലുന്ന എനിക്ക് ഉറപ്പുണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ അത് മെല്ലെ ചെല്ലുന്നതെന്ന് ആകുമ്പോൾ ഞങ്ങൾക്ക് ബേജാറുണ്ട്. എല്ലാ ദിവസം ഞങ്ങൾ മെല്ലെ ചെല്ലുന്നത്, എന്തിനും മെല്ലെ ചെല്ലണോ? ബാക്കി എല്ലാത്തിലും ഞമ്മ ഭയങ്കര ആകാശം പൊട്ടുന്ന പോലത്തെ സൗണ്ട് എടുക്കുന്നല്ല. പിന്നെ സലാത്ത് ചെല്ലുമ്പോൾ മാത്രം എന്ത് മെല്ലെ? അപ്പൊ സലാത്തും കാര്യങ്ങളൊക്കെ നല്ല ഉന്മേഷത്തില് ഹൃദയമങ്ങ് മദീനയിലേക്ക് സമർപ്പിച്ച്, അള്ളാഹുവിലേക്ക് സകല കണ്ണുകളും സമർപ്പിച്ച് നല്ല ഉഷാറില പറയണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ഒരിക്കൽ ചോദിക്കുകയാണ്, ഒരിക്കൽ പറയുകയാണ്, പൊന്നാര നബിയേ, ഇന്ന ശറാഇൽ ഇസ്ലാമി ഖദ് കസുറത് അലയ്യ. പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങള്, കർമ്മങ്ങള്, നിയമങ്ങള്, നിബന്ധനകള്, അതെനിക്ക് ഒരുപാട് ആധിക്യം തോന്നുന്നു നബിയേ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇതെടുക്കണം, ഇത് ഓതണം, ഇത് പാടണം എന്ന് പറയുമ്പോ എല്ലാം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. ഖദ് കസുറത് അലയ്യ. പരിശുദ്ധമായ ദീനിന്റെ നിയമാവലികൾ, നിർദ്ദേശങ്ങൾ, അമൂല്യമായ തത്വസംഹിതകള് എനിക്കൊരു ഭാരമായി തോന്നുന്നു നബിയേ. ഞാനൊരു സാധുവാണ് നബിയേ, പച്ചപ്പാപമാണ് നബിയേ, ഞാനൊരു ഫക്കീറാണ് നബിയേ, ദീനിന്റെ എല്ലാ നടപടികളും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല നബിയേ. ഞാനെന്ത് വേണം? ഖദ് കസുറത് അലയ്യ. എനിക്കിതെല്ലാം ചെയ്യാൻ പ്രയാസമുണ്ട് നബിയേ. ഫർള് നിസ്കരിക്കണോ, ബയ്യക്ക് സുന്നത്ത്, പിന്നെ ളുഹാ, പിന്നെ തഹിയ്യത്ത്, സക്കാത്തും കൊടുക്കണോ, അതിന്റെ മേലെ സദക്കയും കൊടുക്കണോ, കുറെ ദിക്റും ചൊല്ലണോ, ലാ ഹൗല ചൊല്ലണോ, അത് ചൊല്ലണോ, ഇത് ചൊല്ലണോ, ഇങ്ങനെല്ലാം എനിക്ക് നല്ലോണം പ്രയാസം തോന്നുന്നു നബിയേ. ഞാനൊരു സാധുവാണ് നബിയേ, ഞാൻ എന്ത് ചെയ്യണം നബിയേ എന്ന് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, വിഷമിക്കണ്ട, ബേജാറാകണ്ട, ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹ്. ഐക്കന്റെ ഓപ്പറേറ്റർ പോയാ എന്തോ ഇടുന്നു പോയി, നിങ്ങൾ പോകുമ്പോൾ ഇടുന്ന എന്തോ പോയി. അത് കുറെ കേബിളെല്ലാം ഉള്ളതല്ലേ, അപ്പൊ എന്തോ ഒന്ന് ചെറിയൊന്ന് അപ്പുറം പറയാ. അത് അവരെ കുറവല്ല, മാഷാ അല്ലാഹ്, നല്ല ഓപ്പറേറ്റർ, അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ശരിയായി ഇല്ല, ശരിയായിട്ടാ. ഇനി വന്നിട്ട് എവിടെ ഒരു ലൂസ് കലക്ഷൻ പോലെ, അത് നേരത്തെ ഇരുന്നപ്പോഴും അങ്ങനെ തോന്നി. ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ല. നീ അങ്ങനെല്ലാം ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അതെടുക്കണോ, ഇതെടുക്കണോ, അത് കൊടുക്കണോ, ഇത് കൊടുക്കണോ, കുടുംബ ബന്ധം ചേർക്കണോ, അങ്ങനെ പോണോ, മക്കത്തൊക്കെ പോണോ, ഉംറ ചെയ്യണോ, ഹജ്ജ്, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് നീ ഇങ്ങനെ മനസ്സ് വേദനിക്കണ്ട, നീ വിഷമിക്കണ്ട. നിനക്ക് നല്ല എളുപ്പത്തിന്റെ വഴി പറഞ്ഞു തരാ. നീ കാട് കയറി ചിന്തിക്കണ്ട. ദീനിന്റെ കാര്യം നിനക്കൊരു ഭാരമായിട്ട് തോന്നുകയില്ല. നിന്റെ നാവിൽ എപ്പോഴും ദിക്റുണ്ടായിരിക്കട്ടെ. ദിക്റിന്റെ ദിക്റ് കൊണ്ട് നിന്റെ നാവും വച്ച പിടിക്കട്ടെ. നടക്കുമ്പോ, ഇരിക്കുമ്പോ, ഉണ്ണുമ്പോ, ഉറങ്ങുമ്പോ, ഏത് സമയത്തും നിന്റെ നാവിലൂടെ ദിക്റുണ്ടാവട്ടെ. അത് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അത് അല്ലാഹുവിന്റെ അടുക്കൽ അളവറ്റ പ്രതിഫലമുള്ള കാര്യമാണ്. ഓഡിയൻസിന് സൗണ്ട് നിന്നും കൂട്ടണ്ട, ബാക്ക് മോണിറ്ററും സൗണ്ട് നിന്നും കൂട്ടണ്ട, ഒരു അളവിൽ മതി. അമ്മിങ്ങെല്ലാം വരുന്നല്ലേ, അങ്ങെല്ലാം കുറെ സൗണ്ട് കൂട്ടണ്ട. ഹലോ, അവിടേക്കെല്ലാം സൗണ്ട് കുറെ വേണമെന്നില്ല. കാരണം എന്തറിയോ, 2-3 ആൾ കാതിലുള്ളൊക്കെ കയറുന്നതാണ്.
സംഗതി എന്താ പറഞ്ഞാൽ ഒന്നാമത് വലിയ ബിൽഡിങ്ങും കാര്യമെല്ലാം ആകുമ്പോൾ ഒരു തുറന്ന സ്ഥലമായിട്ട് കാണുന്നില്ല, അതായിരിക്കാം പ്രശ്നം. പിന്നെ നല്ല സൗണ്ട് എല്ലാം ആകുമ്പോൾ അങ്ങനെ ഇങ്ങനത്തെ സൗണ്ട് തന്നെ വേണ്ടി വരുന്നത് ചില ഉസ്താദ്മാർക്കല്ലോ. നമുക്ക് ഇത്രന്ത് പോകണമെന്നില്ല. മാഷാ അല്ലാ നല്ല സൗണ്ട്. എന്നാലും എനിക്ക് കൂടിപ്പോയെന്നൊരു സംശയം. കാരണം ഒന്ന് രണ്ടാളിങ്ങനെ കാതിനുള്ളൊക്കെ തിരിക്കുന്നതാണ്. ആ സംഭവം എന്താ പറഞ്ഞാൽ ഈ നല്ല സൗണ്ട് അപ്പുറപ്പുറത്ത് പോവാണ്ട് അതിന് പുറത്തേക്ക് പോകാൻ ഒരു ജാഗ കിട്ടാണ്ട് എളുപ്പത്തിൽ കയറാൻ കിട്ടുന്ന ജാഗ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ജാഗയാണ് ഞങ്ങളുടെ കാതിൻ്റെ ഒട്ട. അപ്പൊ ഒന്നാമത് ഓപ്പാണ്, എന്ത് മൂടിനെങ്കിലും അതിന് മൂടുന്നില്ലല്ലോ. അത് ഇവരെ കുറവൊന്നുമല്ല, മാഷാ അല്ലാ നല്ല സൗണ്ട് എന്നല്ല ഓപ്പറേറ്റ്, ഞാൻ കുറ്റം പറഞ്ഞല്ല. എന്നാലും അപ്പൊ നന്ന തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് അവിടെ തിരിച്ചെങ്കിൽ ശരിയായി. പിന്നെ കാതി തിരിക്കാല മനുഷ്യന്മാർ. ഏത് വാട്ട് അല്ലാഹു തആല കബൂലാക്കട്ടെ. നമുക്കിത് കാണും, നമുക്കിത് അറിയുന്നില്ല. എനിക്ക് പിന്നെ സൗണ്ട് എത്ര ഈട് കിട്ടിയെങ്കിൽ മതിയാവുന്നില്ല. നമുക്ക് സൗണ്ട് ഇല്ല. ഒന്നാമത് കഫക്കെട്ടുണ്ട്, രണ്ടാമത് പിന്നെ എപ്പോഴും മൈക്കിന്റെ മുമ്പിലാകുമ്പോൾ സൗണ്ട് പോവുമല്ലോ. പിന്നെ സൗണ്ട് എടുക്കാൻ രണ്ട് കൈയുള്ള പോലെ, രണ്ട് കണ്ണുള്ള പോലെ, രണ്ട് നാവില്ലാലോ, ഒന്നേയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എപ്പോഴും ഈലന്നല്ലേ എടുക്കണ്ടി. അപ്പൊ നമുക്ക് സൗണ്ട് കുറയുമ്പോൾ ഈട് നല്ലോണം കൂട്ടിയെങ്കിലേ നമുക്ക് റാത്ത്. പക്ഷെ ആടെ കൂട്ടണ്ട. ആടെ സൗണ്ട് പ്രയാസമാണെന്ന് എനിക്ക് മുന്നേ മനസ്സിലായി. ഒരാടത്തൊരു വേദന പോയിട്ടാകുമ്പോൾ സ്റ്റേജിൽ തീരെ റാഹത്താന്നില്ല, ക്ലിയർ ആകുന്നില്ല, ചിലട്ട് പറയാത്തായിരുന്നു. താഴെ പോയിട്ട് ഇരുന്നിട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അപ്പല്ലേ എനിക്ക് നിങ്ങൾ കാതിലേക്ക് കേടുന്നെൻ്റെ കുട്ടൻസ് മനസ്സിലായേ. ഞാനും ഇടാൻ തുടങ്ങി, ഭയങ്കര സൗണ്ട്. ഞാൻ കാതിലേക്ക് കൈ ബെർലിട്ടിന്, എൻ്റെ കാറിൻ്റെ ചാവി കയ്യിലിട്ടായി. ഞാൻ അതിനിങ്ങോട്ട് എടുത്തിരിക്കുക അവിടെ. അപ്പൊ എൻ്റെ അടുത്തുള്ള ഒരു ഉസ്താദ് നന്നതിരിക്കണ്ട, സ്റ്റാർട്ടാവും. അല്ല സംഗതി ഏതായാലും അത്രയൊന്നും വേണ്ട. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ വായില് നിന്റെ നാവില് എപ്പോഴും ദിക്റുണ്ടാവട്ടെ, എപ്പോഴും നീ ഒരു ദാക്കിറായിരിക്കണം. ദിക്റുകളെ കൊണ്ട് നിത്യശാന്തിയുണ്ട്, ദിക്റുകളെ കൊണ്ട് പരലോകമോക്ഷമുണ്ട്, ദിക്റുകളെ കൊണ്ട് പരിഹാരമുണ്ട്, ദിക്റുകളെ കൊണ്ട് രോഗങ്ങൾക്ക് ശമനമുണ്ട്, ദിക്റുകളെ കൊണ്ട് അല്ലാഹുവിനെ കാണാൻ കഴിയുന്നുണ്ട്, ദിക്റുകളെ കൊണ്ട് ഖൽബിന് സമാധാനമുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും ദിക്ർ പരിഹാരമാണ്. പ്രത്യേകിച്ച് മഹാനരായ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജലാലിയ റാത്തിബ്, അതും മഹാനരായ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ഹളറത്തിലാണ്, മഹാനരുടെ നാമധേയത്തിൽ സ്ഥാപിച്ച മഹത്തായ സ്ഥാപനത്തിലാണ്. അവരുടെ നഗരിയില് ആ മഹാനരുടെ പൊരുത്തത്തോടുകൂടി, അവരുടെ ഇജാസത്തോടുകൂടി, അവരുടെ സ്മരണാർത്ഥം നടത്തപ്പെടുന്ന മഹത്തായ മജ്ലിസാകുമ്പോ ആ മജ്ലിസിന്റെ ഗുണം എണ്ണിയാൽ തീരാത്തതാണ്. കബ്ബിന തോട്ടದಲ್ಲಿ സക്കര ಬೆಳೆದಂತೆ അതിന് എണ്ണിയാൽ തീരാത്ത പ്രതിഫലം കാണും, എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളെ കാണും. ഏത് ദിക്റായാലും, ജലാലിയ റാത്തിബായാലും മറ്റു റാത്തിബായാലും, വീണ്ടും പോയി, ഏത് റാത്തിബായാലും എന്ത് ദിക്റായാലും അതിനൊക്കെ എണ്ണിയാൽ തീരാത്ത പ്രതിഫലങ്ങളുണ്ട്. വിസ്തരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് സമയവുമില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ, വർക്കപ്പറ മഹദി ആയിഷ ഞങ്ങളെ ഉമ്മയാണ്, ലോകത്തിലെ ഉമ്മയാണ്, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കരളിന്റെ കഷ്ണമായ പ്രിയപ്പെട്ട ഭാര്യ, സ്നേഹനിധിയായ ഭാര്യ, നാളെ സ്വർഗ്ഗലോകത്തും മുസ്തഫായ നബി തങ്ങളുടെ ഭാര്യപദത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന നല്ലവരായ പെണ്ണാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ലോകത്തുള്ള വിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഉമ്മമാരാണ്. അങ്ങനെയുള്ള ഉമ്മമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ബീബി ആയിഷ. പറയണം ബീബി ആയിഷ. ഒരു വണങ്ങിയ പോലെ ഞാൻ ഫസ്റ്റ് സലാം ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും ചെല്ലുമ്പോൾ എനിക്ക് ഖബർസ്ഥാനിലേക്ക് സലാം ഇല്ല പോലെ ഒറ്റ ഒരാൾ മടക്കുന്നത് കേട്ടിട്ട്, നിങ്ങൾ ചെല്ലും ഞങ്ങൾ മെല്ലെ മടക്കി നീന്ന് മതിയാവല്ല. ചെല്ലിയ ആൾക്ക് കേൾക്കും പോലെ മടക്കിയെങ്കിലേ നിങ്ങളെ ഫർള് വിടുന്നത്. കാരണം എനക്ക് ചെല്ലാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ ചെല്ലാഞ്ഞേ, ഇയാൾ മൗലാറല്ല ഉസ്താദല്ല, ഇയാൾ അങ്ങനെ ആക്കാൻ കഴിയാൻ ചെല്ലിട്ട് നാളെ ക്ലിപ്പാക്കാന്നല്ലാതെ ഞാൻ അല്ലാണ്ടൊക്കെ കുറ്റക്കാരനാവാലേ ചെല്ലില്ലെങ്കിൽ. അതേ സമയത്ത് ഞാൻ ചെല്ലിയിട്ട് നിങ്ങൾ മടക്കിയില്ലെങ്കിലാ ക്ലിപ്പ് മാത്രം വരുന്നതല്ല, നാളെ ആഖിറത്തിൽ കുറ്റമുണ്ടാവും. അല്ല സംഗന്നല്ലേ, മസാല പരപരായിട്ടില്ലല്ലേ, നാളെ അതിനും വരും ക്ലിപ്പ്. രണ്ട് കാര്യം സുന്നത്താണെങ്കിൽ അതിന് ഫർളിന്റെ കൂലിയുണ്ടെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. ഒന്ന് സലാം പറയല് സുന്നത്താണ്.
കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത് എന്നുള്ളതും നബി തങ്ങളിൽ നിന്നുള്ളതാ. അഫ്ഷുസലാം, സലാം ധാരാളം പറയണോ. അസ്സലാമു അലൈക്കും എന്നുള്ളത് ദിക്റാണ്, അത് ദുആയാണ്, അത് ഇസ്ലാമിലെ അഭിവാദന വാചകമാണ്. അത് ധാരാളം പറയണം, അത് കണ്ടവരോടെല്ലാം പറയണം, അത് ധാരാളം വർദ്ധിപ്പിക്കണം. തഹാബബതും, നിങ്ങൾക്കിടയിൽ അത് കൂടുതൽ സ്നേഹബന്ധമുണ്ടാക്കും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും, നിങ്ങൾക്കിടയിൽ ആഴമേറിയ ബന്ധമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ സലാം പറയലിനെ വർദ്ധിപ്പിക്കണമെന്ന് മുസ്തഫ റസൂലുള്ള പറഞ്ഞെങ്കിൽ ആ സലാം പറയുക എന്നുള്ളത് സുന്നത്തായ കർമ്മമാണെങ്കിലും ഫർളിന്റെ കൂലിയുണ്ട്, ഫർളിന്റെ കൂലിയുണ്ട്. പിന്നൊന്ന് കടം കൊടുക്കല്, പിന്നൊന്ന് കടം കൊടുക്കല്. കടം കൊടുക്കുന്നതിനും അങ്ങനെ കടം കൊടുക്കൽ സുന്നത്താണ്. കൊടുക്കൽ സുന്നത്താണെങ്കിലും വാങ്ങിയവൻ തിരിച്ചു തരൽ നിർബന്ധമാണല്ല. എന്നാൽ ഈ കൊടുക്കല്, ആ കടം കൊടുക്കല് ഒരാൾക്ക് 2 വട്ടം കടം കൊടുത്താൽ അതിന് ഫർളിന്റെ കൂലിയുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത്, ഈമാൻ കുറഞ്ഞ കാലത്ത്, സത്യസന്ധത കുറഞ്ഞ കാലത്ത്, ഹക്കും ബാത്തിലും കുറഞ്ഞ കാലത്ത് 2 വട്ടം കൊടുത്തെങ്കിൽ ഫർളിന്റെ കൂലിയുണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് കണ്ണ് ചിമ്മിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. കാലം ബദൽ ഗയാ, സമാനാ ഖറാബ് ഹൈ. പണ്ട് നടന്നില്ല, പണ്ട് കടം വീങ്ങോ എങ്ങണം ഒരിക്കൽ കൊടുത്തിരുന്നത് അള്ളാഹ് ചെല്ലി ഇങ്ങനെ പഠിച്ചുണ്ട്. എന്താക്കുന്ന മഹക്കല്ലേ, അത് മരിക്കുന്നതിന് മുന്നേ വീടണ്ടേ, നാളെ ആഖിറത്തിൽ ഹിസാബല്ലേ, മയ്യത്ത് പോലും നിസ്കാരം വീടലാലോ എന്ന് ചിന്തിക്കുന്നവരായിരുന്നു. ഇന്ന് കിട്ടുന്നതെല്ലാം പൂഞ്ഞിട്ട് പായി തന്നെ. മേങ്ങം മാത്രം അള്ളാണോ റസൂലാണോ മക്കത്തെ പള്ളിയാണോ ഇബ്രാഹിം ബാദുഷ തങ്ങളാണ് സത്തിയിട്ട് പോയി. ആ പോയോനെ പിന്നെ 3 കൊല്ലത്തെ കണ്ടിട്ടേ ഇല്ല. പിന്നെ 10 സൈഡിലെ ഇറച്ചിന്റെ സീർണി മേങ്ങോന്. അപ്പൊ കൊടുക്കുമ്പോ ജാഗ്രത ആക്കണം. ഒരുപാട് ഹക്കടപാടുള്ളവരുണ്ട്, കൊടുക്കാനുള്ള കടമുള്ളവരുണ്ട്, കിട്ടാനുള്ള കടമുള്ളവരുണ്ട്. പടച്ച റബ്ബി നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മഹാനരായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു തങ്ങളെന്ന കാലം കണ്ട ഏറ്റവും വലിയ മഹാനരുടെ ബർക്കത്ത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ രക്തം സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ തങ്ങന്മാർ സാദാതീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഈ ആലിമീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഈ മുഅ്മിനീങ്ങളെ നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കൊടുക്കാനുള്ള കടത്തിനും കിട്ടാനുള്ള കടത്തിനും അല്ലാഹു തആല പെട്ടെന്നുള്ള മനസ്സും ഹലാലായ മാർഗവും എളുപ്പത്തിലാക്കി തരട്ടെ, എളുപ്പത്തിലാക്കി തരട്ടെ. ബീബി ആയിഷ, വർഗപ്പറ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച മുനാഫിക്കീങ്ങൾ ഒരവസരം വ്യഭിചാരം ആരോപിച്ച, മുനാഫിക്കീങ്ങൾ മഹദിയെ സംബന്ധിച്ച് ബെഞ്ചല്ലേ ആരോപിച്ച, വേണ്ടാത്രങ്ങൾ പറഞ്ഞിട്ട് ഫിത്ന ഫസാദ് ഉണ്ടാക്കി. ബീബി ആയിഷ റളിയല്ലാഹു അൻഹ എന്ന നല്ല പെണ്ണ്, ലോകം കണ്ട ഏറ്റവും വലിയ സ്വാത്വികയായ സ്വാലിഹത്തായ പെണ്ണ്, പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വത്തിന്റെ വിശുദ്ധിയുടെ ഉടമയായ പെണ്ണ്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയായി അല്ലാഹു തആല സെലക്ട് ചെയ്തിട്ട് കൊടുത്ത പെണ്ണ്. ആ പെണ്ണാകുന്ന ആയിഷ ഉമ്മയെ കുറിച്ച് ഒരവസരം മുനാഫിക്കീങ്ങൾ വേണ്ടാത്തത് പറഞ്ഞു വരുത്തുകയാണ്. ആയിഷ ഉമ്മ വിചരിച്ചിട്ടുണ്ട്. അത് പണ്ണി അങ്ങനെ പറഞ്ഞല്ല, സംഗതി അങ്ങനെ ഒരു തോന്നിപ്പിക്കുന്ന ഒരു സംഭവം. അതായത് ഒരു യുദ്ധവേളയിൽ മഹദി ഒറ്റപ്പെട്ടു പോയ സമയത്ത് ഒരു അന്യപുരുഷനായ സഹാബിയുടെ കൂടെ സഹാബികളിലേക്ക് വരേണ്ടി വന്നു. അയാള് മഹദി ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോ ഇരുട്ടിന്റെ മറവിൽ യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങി. പക്ഷെ ആ പോകുന്ന വഴിയിൽ ആയിഷ ഉമ്മ ഒറ്റപ്പെട്ടു പോയ ആയിഷയെ ഒരു സഹാബി മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു, സഹാബികളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു. സമയം 8:15 സമയം ഒന്ന് പറയണോ അല്ലേ? ഞാൻ തുടങ്ങി പിന്നെ ടൈം നോക്കുന്നില്ല. ഒന്നാമത് എന്റെ വാച്ച് നേരില്ല, രണ്ടാമത് നോക്കിയിട്ടും കാര്യമില്ല. അതങ്ങനെ പോകുമ്പോൾ നമുക്കത് അറിയുന്നില്ല. നിങ്ങൾ ആ ടൈം ഒന്ന് ഉണർത്തിയിറി. ഞാൻ എന്ത് പറഞ്ഞേ? ഗോവിന്ദ, നിങ്ങൾ ഇപ്പോഴും പൊട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഫസ്റ്റത്തെ അതേ സ്റ്റൈലിലെ ഉള്ളാരി. ബീബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായപ്പോ, ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായപ്പോ, അതേ മുഅ്മിനീൻ
മുഅ്മിനീങ്ങളെ പറ്റി കുന്തുകുറത്തെ എണ്ണാൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഫിത്ന ഫസാദ് പറയാൻ, മുസ്തഫായ റസൂലുള്ളാഹിനെ കുറിച്ച് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ട് വരുത്താൻ, ഒന്നിന് 10 കൂട്ടിയിട്ട് അവതരിപ്പിക്കാൻ, ഇല്ലാത്തത് പറയാത്തത് പറഞ്ഞു എന്നുണ്ടാക്കി പറയാൻ അന്നതാ കാത്തിരിക്കുന്ന ആൾക്കാരായിരുന്നു ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ശത്രുക്കളായ മുനാഫിഖീങ്ങള്. അവർ കാഫിരീങ്ങളല്ല, അവർ മുശ്രിക്കീങ്ങളല്ല, മുഅ്മിനീങ്ങളെ കൂടെ നല്ല താടി വെച്ചിട്ട് കൂടിയവരാണ്, നല്ല നിസ്കാരത്തണമ്പുള്ളവരാണ്, വല്ല ഓവർ കോട്ടിട്ടവരാണ്, വല്ല തസ്ബിന്റെ മാല 33-ൻ്റെതല്ല 1000-ന്റെ പള്ളി പിടിച്ച് നടക്കുന്നവരാണ്. പക്ഷേ മുഅ്മിനീങ്ങളല്ല, അവർ മുനാഫിഖീങ്ങളായിരുന്നു, കപടന്മാരായിരുന്നു. ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കാൻ, പരിശുദ്ധരായ റസൂലുള്ളാഹി തങ്ങളെ വകവരുത്താൻ, ഈ ഇസ്ലാമിനെ തകർക്കാൻ, മുഅ്മിനീങ്ങളെ ഈമാനിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാൻ ഉണ്ടാക്കപ്പെട്ട ഒരു വിഭാഗം ഈ ലോകത്ത് മുഅ്മിനീങ്ങളുടെ ഇടയിൽ കൂടി തന്നെ ത്വരപ്പന്റെ പണിയെടുക്കുന്ന ഒരു വിഭാഗം, അവരാണ് മുനാഫിഖീങ്ങള്. അതായത് ഞങ്ങളടുത്തേക്ക് വരുമ്പോ ഞങ്ങളാള്, നിങ്ങളടുത്തേക്ക് വരുമ്പോ നിങ്ങളാള്, ദ്വിമുഖ ധോരണ, അങ്ങനത്തെ കുറെ മനുഷ്യന്മാരില്ലേ? കൂടെ ഇരുന്നിട്ടല്ലേ തങ്ങളെ 9 മണിക്ക് നിർത്തും, 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂർ മതിയാവല്ലേ? ഇയാൾക്ക് ഒരു അരമണിക്കൂർ ഏറെ കൊടുത്തിട്ട് നല്ല ഉണ്ടായിരുന്നു. ഉദാഹരണം ഫോർ എക്സാമ്പിൾ, യൂസുഫിച്ച വരണ്ട, സെക്രട്ടറി പറഞ്ഞൊന്നുമില്ല, ഞാനൊരു ഉദാഹരണം ചൊല്ലാം, മുനാഫിക്കിന്റെ ഒരു ഉദാഹരണം ചൊല്ലാം. സെക്രട്ടറി അയാൾ ഇതിനായിട്ട് ഒരു മനുഷ്യ ഒരു കസാലിൽ പോലെ ഇരുന്നിട്ട് ഞാൻ കണ്ടിട്ട്, ഞാൻ വന്നിട്ട് 3/4 മണിക്കൂറായി. അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യം ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെ ചൊല്ലും, അവിടെ പോയിട്ടാകുമ്പോൾ അങ്ങനെ ചൊല്ലും, തങ്ങളെ അങ്ങനെ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഏറെ നല്ലത്. അതേ മനുഷ്യൻ ഊർന്ന് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങളുടെ പോയിട്ട് നമുക്ക് ഇയാൾക്ക് 9 മണി നേറി അത്ര കൊടുക്കട്ടെ, അഞ്ഞി കണ്ട ആൾക്കൊത്തിട്ട് വിഷയാക്കുന്നത് ഓന്റെ നിസ്കാരത്തിന്റെ കല കണ്ടെങ്കില്ല 3 ആൾക്ക് തുണി കഴുകുക, അത്ര വലുത് സ്വാഭാവികം ഇങ്ങത്തത്. ഇനി തുണി മീറ്റക്കെത്തും ബാക്കിയില്ല, ഇനി മീറ്റക്കെത്തി അവറത്ത് കാണും, മുട്ട കാണും, അത്ര ബന്ധിച്ചിരും, സൂപ്പിൽ കുതൂറു സ്വാഭാവിക. നിങ്ങൾ നന്നായി ചിരിക്കണ്ട, ചിരിക്കുമ്പോ ബാക്കിയുള്ളവർക്ക് ഡൗട്ടാവും നിങ്ങൾ അതിൽ പെടുവാന്ന്. അല്ല അങ്ങനല്ല, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഇതാണ് മുനാഫിഖ്. അത് പണ്ടേ ഉണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലുണ്ടായിരുന്നു, നബി തങ്ങൾക്ക് അവരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതേ ഇന്നാമാക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാനബേ, 100-ൽ 110 നിങ്ങളോടൊപ്പമാനബേ എന്ന് നബി തങ്ങളെ കൂടെ ഉണ്ടാകുമ്പോ സഹാബത്തിന്റെ കൂടെ ഉണ്ടാകുമ്പോ പറയാം. അങ്ങോട്ട് പോയാലോ അവരോട് പറയും ഞങ്ങൾ നിങ്ങളെ കൂടെ. ഇതായിരുന്നു അവരെ അവസ്ഥ. അവരെ കാണാനാണെങ്കിലോ 1.5 മുഅ്മിനിന്റെ കട്ടാണ്, നല്ല 1.5 താടി, 1.5 ഇബാദത്ത്, 1.5 ജമാഅത്ത്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് മുനാഫിഖീങ്ങൾ, കപടന്മാർ. അവർ നരകത്തിന്റെ അങ്ങേ അറ്റത്താണെന്ന് മുശ്രിക്കീങ്ങളെക്കാളേറെ, കാഫിരീങ്ങളെക്കാളേറെ, ദോഷികളെക്കാളേറെ അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവർ അതേ മുനാഫിഖീങ്ങളാണ്. ഇന്നമൽ മുനാഫിഖൂന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന മുനാഫിഖീങ്ങൾ അവർ പറഞ്ഞു പരത്തി. അതേ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ വേണ്ടാത്ത പണിയെടുത്തിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്. ആയിഷ ഉമ്മാനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്കാക്കിയ ആണുങ്ങളുമായിട്ട് ആയിഷ ഉമ്മാക്കൊരു ലിങ്ക് ഉണ്ട്. എന്തോ അവിഹിതം നടന്നിട്ടുണ്ട്, വേണ്ടാത്തരങ്ങൾ നടന്നിട്ടുണ്ട് എന്നവിടുന്ന് പറഞ്ഞു വരുത്തുന്നു. ആയിഷ ഉമ്മ ബേജാറായി, സഹാബത്ത് ബേജാറായി, റസൂലുള്ള ബേജാറായി. ആരെ പറ്റിയാണ് ഈ വ്യഭിചാരോപണം നടത്തുന്നത്? ആരെ പറ്റിയായി ഈ ബെഞ്ചല്ലാരോപണം നടത്തുന്നത്? ആരെ പറ്റിയായി ഇല്ലാ കഥ പറയുന്നത്? അന്ന് മൊബൈൽ ഇല്ലാത്ത
ഇല്ലാത്തത് കൊണ്ട്, അംബാനിന്റെ എംപില്ലാത്തത് കൊണ്ട് മുനാഫിക്കീങ്ങളെ ക്ലിപ്പ് വന്നില്ല എന്ന് മാത്രം. ബാക്കി എല്ലാ പണിയും അവരെടുത്തു. കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക്, പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക്, അതേ എല്ലാ പന്തലുകളിൽ നിന്ന് പന്തലുകളിലേക്ക് ആയിഷ ഉമ്മാനെ സംബന്ധിച്ചുള്ള വേണ്ടാത്തരങ്ങൾ അവർ പറഞ്ഞു വരുത്തുകയാണ്. ഇത് കേട്ടപ്പോ പല സഹാബികൾക്കിടയിലും അത് ചർച്ചയായി. പല സഹാബികളും അങ്ങനെ വിശ്വസിച്ചു പോയോ എന്ന് പോലും തോന്നിപ്പോകുന്നു. ആയിഷ ഉമ്മാക്കത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഒറ്റക്കായെങ്കിൽ പോലും സുബൈ നേരം വെളുക്കോടത്തോളം കാക്കാമായിരുന്നു. അയാളെ കൂടെ വണ്ടി കയറിയിട്ട് വന്നതായില്ല എന്നിങ്ങനെ മുനാഫിക്കീങ്ങൾ പറഞ്ഞു വരുത്തുമ്പോ ചില സഹാബികൾ പോലും അതിന് യെസ് പറയുകയുണ്ടായി. ശരിയായിരുന്നു, സഹാബികൾക്കിടയിൽ പോലും അത് ചർച്ചയായി. നല്ലവരായ സഹാബത്തിന്റെ ഇടയിൽ പോലും അത് വിഷയമായപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ഉമ്മ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ആയിഷ, നീ നിന്റെ പുരക്ക് പോ, നീ നിന്റെ വീട്ടില് പോ. എന്താ നബിയേ, അങ്ങും ഈ കുപ്രചരണം വിശ്വസിച്ചോ നബിയേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നബിയേ. എന്തിനു നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള ഒന്നും മിണ്ടിയില്ല. വീണ്ടും പറഞ്ഞു, ആയിഷ, നീ നിന്റെ വീട്ടിലേക്ക് പോ, ബാക്കിയെല്ലാം പിന്നെ കാണാലോ. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹാ ഹൃദയം തകർന്ന് കൽബ് പൊട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. അതേ ബാപ്പാനെ കാണുന്നു. ബാപ്പാരറിയുമോ? സിദ്ദീഖുൽ അക്ബർ എന്ന ഖാജ. പറയണോ, നിങ്ങൾക്കൊരു ജിഗറില്ലാത്ത പോലെ എനിക്ക് തീരെ പിടിക്കുന്നില്ല നിങ്ങളെ ഈ സ്റ്റൈല്. ഒന്നാമത് ഞങ്ങൾക്ക് നല്ലോണം വേർക്കുമ്പോ വച്ചുമ്പോ ഒരു സമാധാനം തന്നെ നിങ്ങളെ കൂറ്റി കേൾക്കുന്നല്ലേ. നിങ്ങൾ എന്നെ കാട്ടിയൊക്കെ ഇറപാടി ഞാൻ എന്താക്കണ്ടേ അമ്മ? ഇയാൾക്ക് ചൂടായാ? ചൂടല്ല, നിങ്ങൊന്ന് ഉഷാറായി. ഞാൻ ചൂടാന്നില്ല. നിങ്ങൾ ചൂടാക്കാണ്ടിരുന്നെങ്കിലേ അല്ലേ നിങ്ങളെ നിങ്ങൊന്ന് ഉഷാറിൽ ചെല്ലി. നമുക്ക് സൗണ്ട് എടുക്കും. ഈ മൈക്കിന്റെ ഇതിൽ നിൽക്കുന്ന ചെല്ലെങ്കിൽ ചെറിയ വിഷയം എന്തോ അല്ല. അല്ലാണ്ട് ഇങ്ങനെ കൂറ്റെടുത്തുണ്ടെങ്കിൽ എന്താവും? നിങ്ങൊന്ന് ആലോചിച്ചാനാകെ നോക്കിയാല കൂറ്റെടുക്കാതെ പറ്റുന്ന അതുമാന്നില്ല. ഈ ഇറ്റുന്ന് കാണുന്ന നിങ്ങൾ ചെല്ലും വേർപ്പല്ല എന്റെ ചോര. അത് ചോര തന്നെയായിട്ട് പോയിക്കൊണ്ടുള്ളൂ. അപ്പൊ അത്രയെല്ലാം ക്ഷീണിക്കുമ്പോ അതിന്റെ ഇടയിൽ നമുക്കൊരു സമാധാനം. നിങ്ങളെ കൂറ്റി കേട്ടോണ്ടുണ്ടോ? നിങ്ങളെ പ്രതിക്രിയ കണ്ടോണ്ടുണ്ടോ? നിങ്ങളെ റിയാക്ഷൻ അനുഭവിച്ചോണ്ടുണ്ടോ? നിങ്ങൾ തെല്ല് തല ആട്ടിയോണ്ടുള്ളാറ്. അപ്പൊ നമുക്കൊരു സമാധാനമാണ്. പിന്നെയും കുറച്ച് ചെല്ലാം. ഇത് നിങ്ങൾ എന്നെ കാട്ടിയും പാടിയിട്ട് ഊരിയ പുക പോലെ ഇങ്ങനെ ദമ്മു പിടിച്ചിരുന്നത് ഞാൻ തക്കണ്ടി. മുസ്തഫായ റസൂലുള്ളാഹി ആയിഷ ബീവി അതാ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നു. സിദ്ദീഖുൽ അക്ബർ എന്ന ബാപ്പാനെ കണ്ടു. ആയിഷ വീട്ടിലെത്തുന്നു. ബാപ്പാനെ കണ്ടു. ബാപ്പ മിണ്ടുന്നില്ല. അപ്പയോട് അവിടെ നിന്ന് നിരപരാധിത്വം പറഞ്ഞു, ഏറ്റു പറഞ്ഞു. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അവിടെ നിന്ന് കെഞ്ചി പറഞ്ഞു, ബാപ്പാ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ബാപ്പാ. ഇല്ല, ബാപ്പൊന്നും മിണ്ടുന്നില്ല. കാരണം ജനസംസാരം അങ്ങനെയാണ്. തെളിവുകളെല്ലാം മകൾക്കെതിരാണ്, ആയിഷ ബീവിക്കെതിരാണ്. മാത്രമല്ല എല്ലാവരും ആയിഷയെ തന്നെ കുറ്റപ്പെടുത്തുന്നു. മുനാഫിക്കീങ്ങളുടെ പ്രചരണത്തില്, കുപ്രചരണത്തില്, മുനാഫിക്കീങ്ങളുടെ കെണിവലകളില് എല്ലാവരും പെട്ടുപോയിരിക്കുന്നു. ആയിഷ ഉമ്മാനെ സംബന്ധിച്ചുള്ള വ്യഭിചാരോപണം എല്ലാം നല്ലവരാണെന്ന് പറയപ്പെടുന്നവർ പോലും ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പിന്നെ അങ്ങനല്ലേ, ചില കാര്യങ്ങളെല്ലാം കാണുമ്പോ, ചില ക്ലിപ്പെല്ലാം കാണുമ്പോ, ചില മെസ്സേജ് എല്ലാം കാണുമ്പോ ഇത് നേരെ കളവാന്നൊന്നും ഞമ്മ നോക്കല്ല. ഞമ്മളും ഷെയർ പോ. ഇന്നലെ ഞാൻ വെള്ളിയാഴ്ച നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ടോ? സ്വബൈ കണിച്ചപ്പന്നെ മൊബൈലിലേക്ക് ഒരു ചങ്ങായി ഒരു സലാത്തിന്റെ ഒരു മെസ്സേജ്, ഈ സ്വലാത്ത് 100 വട്ടം ചൊല്ലിയാൽ നിങ്ങളെ കടങ്ങളെല്ലാം വീടുന്നതാണ്. ഞാൻ എടുത്തു നോക്കി, സംഗതി നേറന്നെ. അങ്ങനത്തെ സ്വലാത്ത് കൊണ്ട് 100 അല്ല 1000 കടവും തീരും. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അബിൽച്ചോന്റെ കേട്ടെ, നീ എത്ര വട്ടം ചെല്ലിയാന്ന്? ഞാൻ ചെല്ലിട്ടില്ല, ഞാൻ കണ്ടപ്പോ നിങ്ങൾക്ക് വിട്ടാൻ. കണ്ട എല്ലാരും വിടനേ ഉള്ളു, ചെല്ലാനാരും ഇല്ല. അംബാനിന്റെ എം പി ഉണ്ടോ? വേറെ എം പി ഉണ്ടോ? അംബാനിന്റെ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അപ്പൊ പിന്നെ വിടുന്നെ ബാക്കിയുള്ളവർ നന്നാട്ട് ഞമ്മ ഇങ്ങനെ ഇരിക്കാൻ. സ്വയം നന്നാണോ സ്വയം ചെല്ലണോന്ന് ആർക്കും ബോധമില്ല. ഒരു വയലിന് പോയെങ്കിൽ തന്നെ ഫസ്റ്റ് കാണുമ്പോ ആൾക്കാർ ചെല്ലണം തെരഞ്ഞ, വയസ്സന്മാർ ചെല്ലണം തെരഞ്ഞ, ഉസ്താദെ
ബാല്യക്കാരെ കുറച്ച് വിഷയം ചെല്ലണമല്ലേ? ഇപ്പത്തെ ബാല്യക്കാർ യോബോ ഞങ്ങളെ ചെല്ലണമെന്ന് പറഞ്ഞില്ല. ബാല്യക്കാരെ വന്നിട്ട് കൈ തന്നപ്പോ ഉസ്താദ് റാഹത്തല്ല, ഞങ്ങൾ നിങ്ങളെ ഫാൻസ് ഒക്കെ മാഷാ അല്ലാഹ്. കുറച്ച് വിഷയം ബയസന്മാർ ചെല്ലണോ? ബയസന്മാർ ഇവിടെ കുറച്ച് തൊണ്ട മാറുള്ളൂ, അവർക്ക് പണി തന്നെ ചൊറിയുന്നത്, വേറെ പണിയില്ല കേട്ടാ. അവർക്കും ഞങ്ങളെ ചെല്ലണമെന്ന് അവർക്കും ഇല്ല, ബയസന്മാർ ചെല്ലണോ? ഇനി ചില ആൾക്കാർ വന്നിട്ട് കുറച്ച് പെണ്ണുങ്ങളെ ചെല്ലണോ, ആണുങ്ങൾ ചെല്ലണോ? ഞങ്ങളെ ചെല്ലണോ എന്ന് ആർക്ക് ബോധിയില്ല. ഈ വയലല്ല നിങ്ങൾക്ക് നാട്ടുകാർക്ക്, നിങ്ങൾ നന്നാട്ട്. പണ്ടൊരു ഉസ്താദ് വയൽ പറഞ്ഞാല ബിസ്മിന്റെ മഹത്വം ചൊല്ലിയിട്ട് ഇതെല്ലാം ചെല്ലാൻ പോയെങ്കിൽ സമയം എടക്കോ പോകും, എനിക്ക് പേടിവാ. അല്ല ആയിട്ടില്ല, എന്തെങ്കിലും ഞാൻ തുടങ്ങിയത് ബാക്കിയാന്നല്ലേ, അത് പേടി പോട്ടോ. ഉസ്താദിന്റെ നമുക്ക് അടുത്ത പോലെ നോക്കാം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഉമ്മയോട് കെഞ്ചി പറഞ്ഞു. ഉമ്മ മിണ്ടുന്നില്ല. ഉമ്മ ഒരു വാക്ക് പറഞ്ഞു, മകളെ ആയിഷ, തെളിവുകളും അനുഭവങ്ങളും സാക്ഷികളും നിനക്കെതിരാണ്. നീ തെറ്റ് ചെയ്തോ ഇല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ തെളിവുകള്, സാക്ഷികള്, പറഞ്ഞു വരുത്തുന്ന വാർത്തകള് എല്ലാം നിനക്കെതിരാണ് ആയിഷ. അതുകൊണ്ട് എന്നോട് മിണ്ടണ്ട. ആയിഷ റളിയല്ലാഹു അൻഹക്ക് 14 പ്രായമാണ്. ചെറിയ പെണ്ണ്, അഴകുള്ള പെണ്ണ്, ബുദ്ധിമതിയായ പെണ്ണ്, തഖ്വയുള്ള പെണ്ണ്, എല്ലാത്തിനേക്കാളേറെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറെ പിരിശപ്പെട്ട പെണ്ണ്, എല്ലാ സഹാബികളുടെയും ഉസ്താദായ പെണ്ണ്. ഞങ്ങള് പെണ്ണിന് ഫാത്തിഹ അറിയുന്നില്ല, ഞങ്ങൾ ആണിന് കുള്ളല്ലോ അറിയുന്നില്ല. എന്നാ ആയിഷ ഉമ്മ അബൂ ഹുറൈറ തങ്ങളെ ഉസ്താദാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ ഉസ്താദാണ്, അതേ മഹാന്മാരായ സഹാബത്തിന്റെ ഉസ്താദാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അതേ മുശ്രിക്കീങ്ങളും മുനാഫിക്കീങ്ങളും എല്ലാവരും ഈ ആരോപണം പറഞ്ഞിട്ടാകുമ്പോ വീട്ടിലേക്ക് പറഞ്ഞേക്കപ്പെട്ടുവല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ ദിവസങ്ങളായി ഭക്ഷണമില്ലാതെ ദിക്റിലാണ്, ഔറാദുകളിലാണ്, ദുആയിലാണ്, കരയുകയാണ്. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചിട്ട് ആ മഹദി തെറ്റ് ചെയ്യുമോ? ആ മഹദി ആ രീതിയിൽ ചിന്തിക്കുമോ? ഇല്ല. പിന്നെന്തുകൊണ്ട് മുനാഫിക്കീങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ റസൂലുള്ള പറഞ്ഞയച്ചറിയാ? എന്തിനു പറഞ്ഞയച്ചേ? എന്നെന്തും പറഞ്ഞാതെ നാളെ റസൂലുള്ള അതിനെ നേരാക്കാൻ നിന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വഹി വന്നിന് സഡൻലി ചെല്ലെങ്കില് മുനാഫിക്കിങ് വേറെ റൂട്ടിൽ കൊണ്ടുപോകും. എന്താന്ന് പറഞ്ഞാ കണ്ട ഓന്റെ ഓളാകുമ്പോ എന്ത് പ്രശ്നമില്ല, എല്ലാം നല്ലവൾ തന്നെ അങ്ങനെ ചെല്ലി നടക്കും. ഒപ്പിച്ച് ഓരതാകുമ്പോ ഒപ്പിച്ച്. ചില നാടന്മാർ ചെല്ലുണ്ട്, ഉസ്താദന്മാർ മസാല ചെല്ലിട്ട് അവർ ഒപ്പിക്കുന്നു, അവർക്ക് വേണ്ടി അവർ ഒപ്പിക്കുന്നു. അത് ഉസ്താദ്മാർക്ക് മാത്രമല്ല, നാടന്മാർക്കും ആ മസാല ഉണ്ട്. അത് ഒപ്പിക്കുന്നതല്ല, അത് കിതാബിലുള്ളത്. ഒപ്പിക്കുന്നതിന്റെ ദീനല്ല, ഇത് ഒപ്പിക്കുന്നുണ്ട്. അപ്പൊ മുനാഫിക്കങ്ങൾ നാളെ അതും പറയും, മുഹമ്മദ് ഒപ്പിച്ച് ഓന്റെ ഓളാകുമ്പോ വേണ്ട പോലെ ഒപ്പിച്ചിട്ടാണ് ഇരുത്തിന്ന്. നമ്മളെ പെണ്ണങ്ങാനെങ്കിൽ ചെല്ലണ്ടായി. ആയത്ത് വന്ന്, ഹദീസ് വന്ന്, വഹി വന്ന് പറഞ്ഞിട്ട് തലാക്ക് ചൊല്ലി, അങ്ങനെ ചൊല്ലി, ഇങ്ങനെ ചൊല്ലി, തലടിക്കും ചെല്ലട്ടിയായി. ഓന്റെ ആളാമോ മിണ്ടുന്നില്ല എന്ന് മുനാഫിക്കങ്ങൾ പറയും. മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി ഇല്ല, എന്റെ ഓളോ ഓന്റെ ഓളോ എന്ന പ്രശ്നമില്ല. ഓ ആയിഷ, നിന്റെ വീട്ടില് അല്ലാഹ് തീരുമാനിക്കട്ടെ, അല്ലാഹ് ഇടപെടട്ടെ, എല്ലാത്തിനും കാലം മറുപടി പറയും. ആയിഷ, നീ തെറ്റുകാരി അല്ലെങ്കിൽ വിഷമിക്കണ്ട, നീ തെറ്റുകാരിയാണെങ്കിൽ ദുഃഖിച്ചിട്ട് കാര്യവുമില്ല. നീ നിന്റെ വീട്ടിലേക്ക് ഇപ്പോ ഏതുവാകട്ടെ 10-16 ദിവസത്തോളം ഇങ്ങനെ അവിടെ നിന്ന് ദുആരക്കുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്, അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആരക്കുകയാണ്. പടച്ചോന്, ആരും എന്റെ കഥ അറിഞ്ഞില്ലെങ്കിലും, എന്റെ ഉള്ളറിഞ്ഞില്ലെങ്കിലും, ഞാൻ പണിയെടുത്തോ ഇല്ലേ എന്നതറിഞ്ഞില്ലെങ്കിലും നീ അറിയുമല്ലോ അല്ലോ, നീ എല്ലാം അറിയുന്നവനല്ലേ അല്ലോ, നീ എല്ലാം ഖുയൂബല്ലേ അല്ലാ, നീ ആന്തരിക ജ്ഞാനിയല്ലേ അല്ലാ. അതുകൊണ്ട് റബ്ബേ, എന്റെ കാര്യത്തിൽ നീ ഒരു പരിഹാരമുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊരു ദിക്ർ അങ്ങനെ ചെല്ലുകയാണ്. ഞാൻ ഈ സംഭവം പറയുന്ന, ഈ സ്റ്റോറി പറയുന്ന, ആയിഷ ഉമ്മാന്റെ ഈ ചരിത്രം പറയുന്നത് ഞങ്ങളെ ജലാലിയ റാത്തിബിന്റെ ദിക്റിന്റെ മഹത്വം മനസ്സിലാക്കാനാണ്, ദിക്റിന്റെ ഗുണമറിയാനാണ്, ദിക്റിന്റെ മണമറിയാനാണ്, ദിക്റിന്റെ ആവശ്യം മനസ്സിലാക്കാനാണ്. അല്ലാഹു ഞങ്ങളെ മുഖ്ലിസീങ്ങളായ ദാക്കിരീങ്ങളിൽ പെടുത്തട്ടെ. 10-16 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു സുപ്രഭാതത്തിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് മുസ്തഫായ റസൂലുള്ളാഹ് ആയിഷ ഉമ്മാന്റെ വീട്ടിലേക്ക് വരുന്നു.
ഹബീബായ റസൂലുള്ളാഹി തങ്ങള് നീണ്ട 2 ആഴ്ചകൾക്ക് ശേഷം 1 സെക്കൻഡ് പോലും മാനവിയുടെ മുഖം കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങത്തോടെ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എത്ര വിഷമിച്ചിട്ടുണ്ടാവും, എത്ര ബേജാറായിട്ടുണ്ടാവും. 2 ആഴ്ച കഴിഞ്ഞ് 10-16 ദിവസങ്ങൾ കഴിഞ്ഞ് മുഫസ്സിരീങ്ങൾ മഹാന്മാർ പ്രബലപ്പെടുത്തിയ അഭിപ്രായം അനുസരിച്ച് 16 ദിവസം ഹബീബായ റസൂലുള്ളാഹി തങ്ങള് നേരം വെളുത്ത സമയം ആയിഷ ഉമ്മാന്റെ ഹദറത്തിലേക്ക് നടന്നു വരികയാണ്. ആ മുഖമതാ സമാധാനത്തിലുണ്ട്, ആ സുന്ദരവദനം പ്രകാശിക്കുന്നുണ്ട്, ആ മുഖത്തൊരു ഇളം പുഞ്ചിരിയുണ്ട്, ഒരു മന്ദസ്മിതമുണ്ട്. ഹബീബായ റസൂലുള്ളാഹിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്നിലേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോ സ്നേഹനിധിയായ ഭാര്യ, കരഞ്ഞു തളർന്നു പോയ ഭാര്യ ബീവി ആയിഷ പാഞ്ഞു ചെന്നിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചോ. എന്നിട്ട് ചോദിച്ചു, നബിയേ എന്റെ നിരപരാധിത്വം അല്ലാഹു തെളിയിച്ചോ നബിയേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അല്ലാഹു പറഞ്ഞില്ല നബിയേ, ജിബ്രീൽ വഹയുമായിട്ട് വന്നില്ല നബിയേ. റസൂലുള്ളാഹ് കണ്ണീർ തടകിക്കൊണ്ട് പറഞ്ഞു, ആയിഷ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്, നീ നിരപരാധിയാണ് എന്ന്, നീ വ്യഭിചാരം പോയിട്ട് അതിന്റെ 4 അയലത്ത് പോലും ചിന്തിച്ചിട്ടില്ല എന്ന് അല്ലാഹു എനിക്ക് വഹയിറക്കിയ ആയിഷ, നീ എന്റെ കണ്ണല്ലേ കരളല്ലേ ആയിഷ. ഇത് പറഞ്ഞപ്പോ കണ്ണുനീർ വാർത്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുസ്തഫായ നബി തങ്ങളെ മുഖം നോക്കിയിട്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്, നബിയേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നബിയേ, എന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട്, എന്റെ നിരപരാധിത്വം അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല വഹയിറക്കുമെന്നുള്ള ഗ്യാരണ്ടി എനിക്കുണ്ടായിരുന്നു, എനിക്കതറിയാമായിരുന്നു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി കേട്ട്, ആയിഷ നീ അതെങ്ങനെ ഗ്യാരണ്ടി പറയുന്ന? നിനക്ക് എന്ത് ഗ്യാരണ്ടിയാ ഉണ്ടായത്? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലിരുന്നിട്ട് അപ്പുറപ്പുറം നോക്കണ്ട. ഏതായാലും ആ സൈഡൊന്നും സ്വർഗത്തിന്റെ തോപ്പല്ല, നരകത്തിന്റെ കുണ്ടും ഞാൻ പറയുന്നില്ല. ഇതാണ് സ്വർഗത്തിന്റെ തോപ്പ്. ഈ 1 മണിക്കൂർ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ ചെയ്യുന്ന ഇബാദത്താണ് തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ. അല്ലാഹു തആല ഞങ്ങൾക്ക് മരണം വരെ ഇതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇഖ്ലാസോടെ ഇത് കബൂലാക്കി തരട്ടെ. അമലുകളൊന്നുമില്ലാത്ത ഞങ്ങൾക്ക് നാളെ പരലോകം രക്ഷപ്പെടാൻ, ഈമാനോടെ മരിക്കാൻ, ഖബറാകുന്ന മണ്ണറ സലാമത്താകാൻ, അല്ലാഹുവിന്റെ ലിഖാഅ് കാണാൻ ഈ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം വലിയ ഇരുത്തമാണ്, വലിയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ വായുമ്പോൾ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, എന്നെ മാത്രം നോക്ക്. നിർത്താനായി 10 മിനിറ്റ് ഉള്ള എനക്കേ ബേജാറാണ്. പിന്നെന്താക്കണം, സമയമില്ലാണ്ടാകുമ്പോ പിന്നെ അങ്ങനല്ല അല്ലേ? ഇനിന്റെ അപ്പുറം റാത്തിബും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങൾ ചോദിച്ചു, അല്ല നീ പറഞ്ഞല്ല ആയിഷ, എനക്ക് ഉറപ്പുണ്ടായിന് നബിയെ, എന്റെ നിരപരാധിത്വം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്ന് അല്ലാഹു വഹി ഇറക്കും, അല്ലാഹു പറയും നബിയോട് എന്നുള്ള ഗ്യാരണ്ടി എനിക്കുണ്ടായിന്ന് ആയിഷ പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, അത് അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി നിനക്ക്, അങ്ങനെ ഒരു ഗ്യാരണ്ടി, ആ ഒരു ഉറപ്പ് നിനക്ക് ഏടുന്ന് കിട്ടിയേ? എന്ത് സംഭവം എന്ത്? അപ്പൊ ആയിഷ പറഞ്ഞു, നബിയേ ഞാനൊരു ദിക്ർ ഇടവിടാതെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു നബിയേ. ദിക്ർ ചൊല്ലിയവന്റെ എല്ലാ കാര്യവും അല്ലാഹ് ഏറ്റെടുക്കുമെന്ന് അല്ലാഹ് പറഞ്ഞതാണ് നബിയെ, അങ്ങ് പറഞ്ഞതാണ്. അത് എന്റെ അനുഭവമാണ്. ആ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ് കൈവിടില്ല. എന്റെ റബ്ബ് മറ്റുള്ളവർക്ക് കൊത്തിവലിക്കാൻ എന്നെ എറിഞ്ഞു കൊടുക്കില്ല. എന്റെ റബ്ബ് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കില്ല. എന്റെ റബ്ബ് എന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. ആ ഒരു ഗ്യാരണ്ടി എനിക്കുണ്ടായിരുന്നു നബിയേ. ഏതറിയുമോ ദിക്ർ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു
ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ഈ ദിക്ർ ചൊല്ലുന്നവരാളെ അല്ല കൈവിടില്ല, അല്ല ഉപേക്ഷിക്കില്ല, അല്ല മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കില്ല, ഇട്ട് കൊടുക്കില്ല. അവന്റെ കാര്യം അല്ല ഏറ്റെടുക്കാതിരിക്കില്ല. ആ ദിക്ർ ഞാൻ എപ്പോഴും ചൊല്ലുന്നവളായിരുന്നു നബിയേ എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ അതാ ഞാൻ ആദ്യം പറഞ്ഞ ദിക്റുകളെ കൊണ്ട് പരിഹാരമുണ്ട്, ദിക്റുകളെ കൊണ്ട് ശാന്തിയുണ്ട്, ദിക്റുകളെ കൊണ്ട് സമാധാനമുണ്ട്. ദിക്ർ എപ്പോഴും വേണം, എപ്പോഴും വേണം. ബിദിക്രില്ലാഹി തൻമഹിഖുദ്ദുനൂബ വതൻഫതിഹുൽ ബസായിറ വൽ ഖുലൂബ വദിക്റുല്ലാഹി അഫ്ളലു കുല്ലി ഷൈഇൻ كذاك قال الحبيب والإله. ദിക്റുകളെ കൊണ്ട് മനസ്സിന് സമാധാനമാ, ദിക്റുകളെ കൊണ്ട് കൽബിന് റാഹത്താ, ദിക്റുകളെ കൊണ്ട് രോഗങ്ങൾക്ക് വരുന്ന, ദിക്റുകളെ കൊണ്ട് പ്രശ്നങ്ങൾക്ക് സമാധാനമാ, ദിക്റുകളെ കൊണ്ട് അള്ളാന്റെ പരലോകത്ത് മോചനമാ, ദിക്റുകളെ കൊണ്ട് ദുനിയാവിൽ അള്ളാന്റെ ലോകത്ത് ജനങ്ങൾക്കെല്ലാവർക്കും ദാക്കിരീങ്ങളെ ഇഷ്ടമാ. എന്തേ ദിക്റിന്റെ മജ്‌ലിസ് എല്ലാവരും തേടിയിട്ട് വരുന്നേ? എന്തേ ഇവിടെ ഷീറിന് കൊടുക്കുന്ന അറിഞ്ഞിട്ടാ? അല്ല, എല്ലാത്തിനും പരിഹാരമുണ്ട്. പ്രത്യേകിച്ച് സാദാത്യങ്ങളാകുമ്പോ, തങ്ങന്മാരാകുമ്പോ അവർ റസൂലുള്ളാന്റെ പൈതങ്ങളല്ലേ. ഞങ്ങളെ പരമ്പര മേപ്പോട്ട് പോകുമ്പോ മുറിഞ്ഞു പോയാലും അവരെ പരമ്പര മുറിയില്ല. അതിലാ ഹളറത്തി റസൂലില്ലാ. ത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? രക്ഷപ്പെടാൻ കയറായിട്ട്, മുറുകി പിടിക്കാൻ ഒരു കയറായിട്ട്, വള്ളിയായിട്ട് ഹബീബായ നബി തങ്ങൾ ഞങ്ങളിലേക്ക് ഇട്ട് തന്ന കയറാണ്. മുറുകെ പിടിച്ചോളോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ഞങ്ങളിലേക്ക് ഇട്ട് തന്ന കയറാണ് ഈ തങ്ങന്മാര്, ഈ അഹ്ലു ബൈത്ത്. അത് റസൂലുള്ളാന്റെ ചോരയാണ്. അവരെ പാട്ടി നോക്കിയിട്ട് പരാമർശിക്കണ്ട, പാട്ടി നോക്കി പറയണ്ട, അവരെ കുറ്റം പറയണ്ട, അവരെ അവഹേളിക്കണ്ട, അവരെ തമാശയാക്കണ്ട. ഇല്ലാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റി കിളിപ്പാക്കാൻ നിൽക്കണ്ട. അവർ മഹാന്മാരാണ്. അവർ എങ്ങനെയുള്ളവരായാലും അവർ അല്ലാഹുവിന്റെ ലോകത്ത് മഹാന്മാരാണ്. وهم إليه وسيلتي أرجو بهم غدا بيد اليمين صحيفتي. മഹാനായ ഇമാമുന ഷാഫിഈ, ഇമാമുന ഷാഫിഈ ഞങ്ങളെ ഇമാമാണ്. ഇമാമുന ഷാഫിഈ ലോകത്തിന്റെ ഇമാമാണ്. ഇമാമുന ഷാഫിഈ ഞങ്ങൾക്ക് എല്ലാ ഔലിയാക്കന്മാരെക്കാളേറെ കടമയുള്ളത് ഇമാമുന ഷാഫിഈ തങ്ങളോട്. എല്ലാരെ കാട്ടി പിന്നൊരു ഫാത്തിഹ അങ്ങോട്ടോ ഞങ്ങൾ എല്ലാവർക്കും ഓതുന്ന ഈ മഹാനായ ബാദുഷാ ഇബ്രാഹിം ബാദുഷാ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിൽ ആ മഹാനരെ പോലെ പങ്കുവഹിച്ച ഒരാൾ, സേവനം ചെയ്ത ഒരാൾ വേറെയില്ല. വലിയ ചക്രവർത്തിയായിരുന്നു ബാദുഷാ. ചെറിയ ആളല്ലേ. നിങ്ങൾ വിചാരിച്ചോണ്ടാ ഒരു പച്ചത്തട്ടിട്ടൊരു മരത്തിനിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിട്ട് ഔലിയായിനെ. വലിയ മഹാനാണ്. അല്ലാഹു തആല ആ ചാരത്തെത്താൻ, ആ കാൽച്ചുവട്ടിലെത്താൻ, ആ പരിശുദ്ധ സന്നിധിയിലെത്താൻ എത്തിയില്ലെങ്കിലും അവിടത്തേക്ക് ധാരാളം ഫാത്തിഹ ഓതാൻ അല്ലാഹു നമുക്ക് മഹാനരെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യട്ടെ. ഇല്ല മഹാനാണ്. അപ്പൊ അവർക്കെല്ലാവർക്കും ഫാത്തിഹ ഓതുന്നതിന് മുന്നേ ഞമ്മ ഓതിയിട്ട് ആദത്താക്കേണ്ട ഒരാളുണ്ട്. ആരറിഞ്ഞ? ആദത്താക്കപ്പെടേണ്ട ഒരാളുണ്ട്. ആരറിഞ്ഞ? ഇമാമുന ഷാഫിഈ. ഞങ്ങൾ എങ്ങനെ തൊപ്പി വെക്കണോ, എങ്ങനെ അപ്പുറത്ത് മറക്കണോ, ഒരു മജ്‌ലിസിൽ പോയെങ്കിൽ എങ്ങനെ ഇരിക്കണോ, തങ്ങന്മാരെ കാണുമ്പോൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യണോ, നിസ്കാരത്തിൽ 14 ഫർള് എങ്ങനെ, എപ്പോ, എത്ര, ഏത് കോലോ, എങ്ങനെ കല്യാണം കഴിക്കണോ, എങ്ങനെ കച്ചവടാക്കണോ, എങ്ങനെ നോമ്പ് നോക്കണോ, എങ്ങനെ ഷഹാദത്തിന്റെ കലിമ ചൊല്ലണോ, മരിക്കുന്ന ആൾക്ക് എങ്ങനെ ചൊല്ലി കൊടുക്കണോ എന്നെല്ലാം പഠിപ്പിച്ചു തന്ന മഹാനാണ് ഇമാമുന ഷാഫിഈ. നിങ്ങളെ പൈസ ബിസ്മി കൂട്ടിയിട്ട് ബർക്കത്ത് കേട്ടല്ലോ. ഉമ്മമാരെ, സഹോദരിമാരെ,
നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ സംഘാടകർ ബക്കറ്റുമായി വരുന്നുണ്ട്. നല്ലൊരു മജ്ലിസ്. ഞങ്ങൾ ചെല്ലലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ബക്കറ്റിലേക്ക് പൈസ ഇടണ്ട, മനസ്സ് പഠിച്ചാലായിട്ട് ഇടണ്ട. അല്ല തന്നത് മഹാന്മാരുടെ ഹളറത്തിലാണ്, ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ഹളറത്തിലാണ്, അവരുടെ തിരുനോട്ടത്തിലാണ്, മഹാന്മാരായ തങ്ങന്മാരുടെ നേതൃത്വമാണ്. എല്ലാം കൊണ്ട് ദുആ ഇജാബത്തുള്ള മജ്ലിസ്. അതുകൊണ്ട് ഉമ്മമാര്, സഹോദരിമാര്, നല്ല ഉദ്ദേശങ്ങൾ കരുതിയിട്ട്, നല്ല മുറാദുകൾ കരുതിയിട്ട്, നിങ്ങളെ തടിയിലുള്ള രോഗങ്ങൾ വിഷമങ്ങൾ കരുതിയിട്ട്, മരിച്ചുപോയ ബാപ്പ ഉമ്മാനെ കരുതിയിട്ട്, നിങ്ങളെ മക്കളെ നല്ല ഭാവി കരുതിയിട്ട്, നിങ്ങളെ നല്ല മരണം കരുതിയിട്ട്, എല്ലാ നല്ല കാര്യങ്ങളും കരുതിയിട്ട് നല്ലൊരു പൈസ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. കൊടുത്ത സ്വതക്ക കൊണ്ട് അല്ലാഹു ഞങ്ങളെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. സ്വതക്ക എന്നത് ഏറ്റവും വലിയ മരുന്നാണ്. ദിക്ർ പോലെ തന്നെ. ഇനിയിപ്പോ ആ ഭാഗം പോയാ പിന്നെ കുറെ നീളും. ദിക്ർ പോലെ തന്നെ. അതല്ല, ദിക്റിനെ കാട്ടിയേറെ മഹാന്മാർ ഉദ്ധരിച്ചൊരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് നിനക്ക് സ്വാലിഹാകാൻ പറ്റുന്നവരമല് സദക്ക കൊടുക്കല. നിനക്ക് തിരിഞ്ഞിട്ട് ഒരാൾക്ക് ഇപ്പൊ സഡൻലി ഒരു മിനിറ്റിന്റെ ഉള്ളിൽ, ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ സ്വാലിഹാണൊന്നുണ്ട്. സ്വാലിഹ് ചെല്ലിങ്ങതിന്റെ മമ്മജിന്റെ മോവാണൊന്നുമല്ല, അല്ല പൊരുത്തപ്പെട്ട നല്ല മനുഷ്യനാണോന്നുണ്ട്, സ്വാലിഹാവണോന്നുണ്ട്. നിങ്ങൾ എന്ത് വിചാരിച്ച സ്വാലിഹാണെന്നുണ്ട്? ഇപ്പാളെ പോയിട്ട് മമ്മജിന്റെ മോനാണെന്നാ. ടിഷ്യൂ പേപ്പർ കിട്ടുവാ യൂസ് ചെയ്യാ? ടിഷ്യൂ പേപ്പർ ഒരു 4-5 നന്നല്ല. സമാധാനത്തിൽ ഞാൻ എന്ത് പറഞ്ഞേ? ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സ്വാലിഹാവണമെന്നുണ്ടാ? ഇപ്പൊ ഇതുവരെ ഏതായാലും ഞാൻ ആരും നിങ്ങാരും ഞങ്ങൾക്ക് അറിയും, നന്നായിട്ട് അറിയും. അല്ലേ നിങ്ങാരും നിനക്കറിയാല, ഞാൻ ആരും നിങ്ങൾക്കും അറിയാല. ഞാൻ ഈ കോട്ടും സൂട്ടിലിട്ട് കാണും നിങ്ങൾ വിചാരിച്ചിട്ട് കൈമത്തോട് വയ്യ. അതല്ലേ വളകിരി കുട്ടി ശിവലേ വള്ള മുത്തണ്ട. ഏതുമായിട്ട് അല്ലാഹു തആല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ പെടുത്തട്ടെ. അപ്പൊ ഞങ്ങൾ ആരും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയും. ഞങ്ങൾ മറ്റുള്ളവരെ അറിയണ്ട, ഞങ്ങൾ സ്വയം അറിഞ്ഞാൽ മതി. ഇല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നന്നാണെന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാവണം. ഒരു സെക്കൻഡ് കൊണ്ട് അല്ല പൊരുത്തപ്പെട്ട ഒരു അടിമയാകണം. അവന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളിൽ ഒരു സെക്കൻഡ് കൊണ്ട് പെടണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമല് ഖുർആനോത്തല്ല, ദിക്റല്ല, സ്വലാത്തല്ല, സ്വതക്കയാണ്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് പടച്ച റബ്ബേ ലൗലാ അഖറതനി ഇലാ അജലിൻ ഖരീബ്. പടച്ച റബ്ബേ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് എനിക്ക് നീ സമയം തരികയാണെങ്കിൽ, മരിപ്പിക്കാതെ നീ മരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അസ്രായിലിനെ അയച്ചല്ലോ, റൂഹ് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് മരണമാലാകെ എന്റെ മുന്നിൽ വന്നല്ലോ, എനിക്ക് പിന്തിരിയാൻ കഴിയില്ല, ഓടി മറയാൻ കഴിയില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഓടി മറയാൻ കഴിയില്ല, മരണത്തിൽ നിന്ന് തെന്നി മാറാൻ കഴിയില്ല. എന്നാൽ റബ്ബേ നിന്നോടൊരു അപേക്ഷ, അതേ ലൗലാ ഇലാ അജലിൻ ഖരീബ്. ഒരു സെക്കൻഡ് അല്ല, ഒരു മിനിറ്റ് നീ എന്നെ ഒന്ന് ലേറ്റാക്കുകയാണെങ്കിൽ, പിന്തിപ്പിക്കുകയാണെങ്കിൽ, മരിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ, പടച്ച റബ്ബേ ഞാൻ എടുത്തു വെച്ച പൈസ, കെട്ടിവെച്ച പൈസ, ബാങ്കിലുള്ള പൈസ ഞാൻ സ്വതക്ക കൊടുത്തോളാം. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടോളാം. അപ്പൊ കണ്ട, മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുന്നേ ആയി പറയുന്നത് അള്ളാന്റെ ഖുർആനാണിത്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരാൾക്ക് നന്നാവാൻ പറ്റുന്ന ഏറ്റവും നല്ല അമല് സ്വതക്ക കൊടുക്കല്. ഞങ്ങൾക്ക് അതിന്റെ അത്ര പച്ചള് വേറെ ഇല്ല. ഈ വയല് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ചെല്ലുന്നുണ്ടാവും, എന്ത് കൊടുത്തിട്ട് സ്വാലിയായി മോശമില്ല, സദക്ക കൊടുത്തിട്ട് സ്വാലിയായില്ലങ്ങാവും. എന്തേ? അത് പീക്കുന്ന വിഷയല്ലേ? ആ വിഷയം ഉണ്ടണ്ട. എല്ലാം ഇങ്ങേ വരട്ട്, അങ്ങ് വേണ്ട, ഇങ്ങ് വരട്ട്. കൊട്ടു വിക്കാസല്ല, കൊട്ടു തിരിഞ്ഞിട്ടേ കൊട്ട് ഇങ്ങല്ല അമ്മ കോരുന്നോ, അങ്ങ് ചെള്ളുന്ന കൂടെ കൊട്ടില്ലേ? അല്ല ഇങ്ങ കോരുന്നില്ലേ?
നിങ്ങൾ എന്തെങ്കിലും ചെയ്യില്ല, ഇങ്ങ് ചിരിച്ചാൽ മതിയാ. കൊട്ടിന്റെ സ്വഭാവം എന്ത്? കൊട്ടുന്നിനി കോരനി ജിള്ളനല്ല, ഞമ്മളും അങ്ങനെ. ഹലോ ബ്രോ, അങ്ങില്ല. നോക്കി നിങ്ങ സത്യം പറയട്ട്, നമ്മളെ ഈ മോദി സാറിന്, നമ്മളെ പ്രധാനമന്ത്രിക്ക് ദീർഘായുസിന് വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാരക്കുന്നെങ്കിൽ അയാൾ ചെയ്യേണ്ട ഒരേ ഒരു പണിയം പറഞ്ഞ ആ 10 രൂപന്റെ നോട്ടൊന്നും തിരുവനന്തപുരം അതിനൊന്നും ഇല്ലാണ്ടാക്കിയെങ്കിൽ അയാൾക്ക് ദീർഘായുസിന് വേണ്ടി ദ്വാരക്കാം. അയാൾക്ക് നല്ലതിന് വേണ്ടി ഇഷ്ടം പോലെ ദ്വാരക്കാം. ഏത് ബക്കറ്റ് പോയെങ്കിൽ അതിനൊന്നും ഇട്ടിട്ട് അളക്കിരുന്നപ്പോ ആഞ്ഞിട്ട് പിടിച്ചിട്ട് എടുത്ത് അതിന്റെ ഉള്ളിൽ വരെ ബലി. ശരിക്കും കാണുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്, നിങ്ങൾ കയ്യിൽ അങ്ങനെ പിടിച്ചിനാന്നല്ലോ എടുത്തിട്ട്. അല്ല എല്ലാവരും ആ 10ന്റെ നോട്ടി എല്ലാവരിലും ഉണ്ടാവും. 500ഇല്ല, 100ഇല്ല, 200ഇല്ല, 300ഇല്ല, 50ഇല്ല. നിങ്ങൾ 500 ശരിക്കണ്ട ഇല്ല, 500 ഇല്ല, പിന്നെ 10. റമദാൻ വരട്ടെ, 2 മാസമുള്ള അല്ലേ? അല്ല സലീം എത്ര മാസം ഉണ്ടെങ്കിൽ അത്ര നോക്കി പുതിയ ബാങ്കിലൊക്കെ പോയിട്ട് പുതിയ 10ന്റെ നോട്ട് വെക്കിട്ട് ഒരു ആചാർ മാത്രമല്ല ഞമ്മളും പുതിയ നോട്ടും 2000ന്റെ 5000ന്റെ 10,000ന്റെ 10 രൂപന്റെ നോട്ട് തരി. മുസല്ലക്ക്, തറാവിക്ക്, മേങ്ങുനോനി, സക്കാത്ത്, സദക്ക, പെരുന്നാപട്ടി, തറാബി പട്ടി, മാസിക വന്തിക, വൺലി എല്ലാം ഹോൾസെൽ 10 പോകും. എൻ്റെ അതിൻ്റെ നോട്ടില്ലേ? ആശുപത്രി പോകുമ്പോൾ 4000 പിടിച്ചോണ്ട് വന്നു. 4000ന്റെ കെട്ട് കീസലിട്ടിടും. ചെല്ലം തെറിഞ്ഞ അപ്പുറത്തുള്ളവൻ്റെ ഇത് മതിയാവും തോന്നുന്നില്ല, ഇരിക്കട്ടിത്തരാൻ. മതിയാവേല്ല, നിന്റെ നീയത്തവിടെ കൊടുക്കണം തന്നെ ആണെങ്കിൽ മതിയാവേ ഇല്ല. ചില ഉമ്മമാർക്ക് പൈസ കൊടുക്കുമ്പോൾ ഉമ്മമാർ ചെല്ലലുണ്ട്, ആയി മോനെ തന്നറ് ഇരിക്കട്ടെ, മരുന്നിനായി പോ. അങ്ങനെ മരുന്നിനെ പോ, വേറെ ഒരു കണത്തിനും ഇല്ല പൈസ. ചില ഉമ്മമാർ മാത്രമല്ല, ചില തിരിയമാറ്, ചില ഭാര്യമാറ്, ചില അമ്മായിമാറ്, കാക്കമാറ്, എല്ലാവരും അങ്ങനെ. എപ്പോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനത്തെ മക്കളും ഇല്ല. അള്ളാഹു താല ഞങ്ങളെ കാക്കട്ടെ, അവർക്ക് എല്ലാം കൊടുക്കാനുള്ള തോഫീക്ക് നമുക്ക് തരട്ട്. അങ്ങനെ എപ്പോ കൊടുത്തെന്ന് വെച്ച ഒരു 200 100 വേണ്ടുമോ വേണ്ട, അല്ലോ ഇരിക്കട്ടുമോ പിടിച്ചോളി ഇരിക്കട്ടെ, ഇത്തരനുള്ളു വേറെ ഒന്നും ഇല്ല, ഇരിക്കട്ടെ, ഇരിക്കട്ടെ, മരുന്നിനായി പോ. അങ്ങനെ പിറ്റേന്ന് ബട്ടൺ എടുക്കും. നീയത്തിന് തക്ക ബർക്കത്ത്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, ബക്കറ്റ് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവേല, ചിലപ്പോ ബന്നിനെങ്ങനെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ടാവേല. നല്ലൊരു പൈസ അതിലേക്ക് നല്ല നീയത്തോടിട്ട് കൊടുക്കണം. നിങ്ങൾ ആണുങ്ങളെ ഭാഗത്തേക്കും വരാം. മഹാനരായ തങ്ങൾ ഇവിടെ ഇരിക്കുന്നു, അവർ മഹാന്മാരാണ്. അവരെ മജ്ലിസ് വലുതാണ്, വലിയ മജ്ലിസാണ്. അൽഹംദുലില്ലാഹ്, മുഅ്മിനീങ്ങൾ ഒത്തുകൂടിയ സദസ്സ്. ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, ധാരാളം ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഇവിടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഇത് ദിക്റിന്റെ മജ്ലിസാണ്, ഇത് സലാത്തിന്റെ മജ്ലിസാണ്, ഇത് അല്ലാഹുവിന്റെ ഇബാദത്തിന്റെ മജ്ലിസാണ്, ഇത് ബാദ്ഷാ തങ്ങളെ മജ്ലിസാണ്, ഇത് മുസ്തഫായ നബി തങ്ങളെ പൈതങ്ങളെ അഹ്ലു ബൈത്തിന്റെ മജ്ലിസാണ്. എല്ലാം കൊണ്ട് മുബാറക്കായ മജ്ലിസ്, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഒരു കൂട്ടം മലായികത്തീങ്ങളെ അത് മാത്രം തേടിയിട്ട് വരുന്നവരുണ്ട്. അള്ളാന്റെ മലായികത്തീങ്ങൾ പല കാറ്റഗറിയാണ്, പല വിഭാഗക്കാരാണ്. റൂഹ് പിടിക്കുന്ന മലക്ക് വേറെ, ഇടിമിന്നൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ വേറെ, അതുപോലെ തന്നെ റഹ്മത്തിന്റെ മാലാകമാർ വേറെ, സബാനിയാക്കള് വേറെ, അതുപോലെ തന്നെ സുജൂദിലായിട്ട് മാത്രം കിടന്നിരിക്കുന്ന മലായികത്തീങ്ങൾ വേറെ, റുക്കൂയിലുള്ള മലായികത്തീങ്ങൾ വേറെ. അങ്ങനെ ഓരോരോ കാര്യങ്ങളുമായിട്ട് ഏൽപ്പിക്കപ്പെട്ട മലായികത്തീങ്ങള് ഓരോരോ ജോലിയുമായിട്ട് അല്ലാഹു തആല അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വിഭാഗം മലായികത്തീങ്ങള്, ഒരു കൂട്ടം കോടാനുകോടി മലായികത്തീങ്ങള്, അവരുടെ ജോബ് എന്തറിയാ, അവരുടെ ജോലി എന്തറിയാ, പണി എന്തറിയാ, അല്ലാഹ്ക്ക് നിസ്കരിക്കലല്ല, സബാനിയാക്കളെന്ന മലായികത്തീങ്ങളെ ഹെൽപ്പ് ചെയ്യലല്ല, റഹ്മത്തിന്റെ മാലാകമാരെ കൂടലല്ല. ആ ഒരു കൂട്ടം കോടാനുകോടി മലായികത്തീങ്ങളെ പണി എന്തറിയുമോ? നിങ്ങളെ പോലെയുള്ള മുഅ്മിനീങ്ങളുടെ ദിക്റിന്റെ മജ്ലിസ് തേടിയിട്ട് ഇവിടെ വന്നിരിക്കലാണ്, നിങ്ങൾക്ക് വേണ്ടി ദുആരക്കലാണ്, നിങ്ങളെ പറ്റിയുള്ള വർത്തമാനം അല്ലാഹുവോട് പറയലാണ്. ആ മലായികത്തീങ്ങൾക്ക് വേറെ ജോബ് നഹി, വേറെ പണിയില്ല, അവർക്ക് ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മാലാകമാരെ കൊണ്ട്
സംഗമിക്കപ്പെടുന്ന ഒരു മഹത്തായ മുബാറക്കായ മജ്ലിസ് എല്ലാം കൊണ്ടും ധന്യമാണ്. എല്ലാത്തിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങന്മാരുടെ മജ്ലിസ്, അതിന്റെ ഒരു പവർ തന്നെ പറ. കാരണം എന്താ, അവരിനി എങ്ങനെ എണ്ണിയാലും ഇപ്പൊ ഇന്നലെ മഹാനായ കുമ്പോൾ തങ്ങൾ ഇന്നലെ അല്ല മിഞ്ഞാന്നൊരു മജ്ലിസിൽ എൻ്റെ കൂടെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടാകുമ്പോ വിഷയാക്കുമ്പോ വേദിയിൽ തങ്ങളായിരുന്നു ആ പരിപാടി ഉദ്ഘാടനം. ആ പരിപാടിയിൽ ദുആക്ക് നേതൃത്വം കുമ്പോൾ മഹാനരായ മുഖ്താർ തങ്ങൾ ഇവിടെയും മാഷാ അല്ലാഹ് കുമ്പോൾ മുഖ്താർ തങ്ങൾ മഹാനരായ കുമ്പോൾ തറവാടിന്റെ മഹാനരായ കാരണവർ സയ്യിദ് കെ സാറ്റക്കോയ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളുടെ ജാതിപതി വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഒരാശാ കേന്ദ്രമാണ്, ഒരു ആത്മീയ തറവാടാണ് ആ മുത്തുനബി തങ്ങൾ അഹ്ലുബൈത്തിന്റെ ആ വീട്. ആ മുഖ്താർ തങ്ങൾ മിഞ്ഞാന്നൊരു പരിപാടിയിൽ കൂടെ ഉണ്ടപ്പോ ഞാനിങ്ങനെ വിഷയം പറയുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, തങ്ങളെ റസൂലുള്ളാന്റെ എത്രാമത്തെ മോനായിട്ട് വരും? മഹാൻ പറഞ്ഞു 40ാമത്തെ. മാഷാ അല്ലാഹ്. നമുക്ക് ചെല്ലാൻ കഴിയാ, അതായത് ഒരുടെ വാപ്പാന്റെ വാപ്പ മുസ്തഫായ റസൂലുള്ളാഹ് അവിടെ തീരുന്നില്ല. അവരുടെ മുസ്തഫായ റസൂലുള്ളാന്റെ വാപ്പാന്റെ വാപ്പ മഹാനരായ ഖലീലുള്ളാഹ് അതങ്ങനെ പോകുന്നു ഇലാ ഹളറത്തി ആദം നബി അലൈഹിസ്സലാം. കൃത്യമാണ് ആ വാപ്പമാർ, ക്ലിയറാണ് ആ പരമ്പര, സ്പഷ്ടമാണ് ആ പരമ്പര, പരിശുദ്ധമാണ് ആ പരമ്പര. ഞങ്ങൾക്കത് പറയാൻ കഴിയില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പരമ്പരയില്ല. മാഷാ അല്ലാഹ്. മഹാനരായ സയ്യിദ് ഹാമിദ് തങ്ങള്, സയ്യിദ് ഹാദി തങ്ങള് മഞ്ചേശ്വരം, അതുപോലെ തന്നെ തങ്ങളുടെ ഞങ്ങളെ മഹാനരായ അബൂബക്കർ ഹാദി തങ്ങളുടെ മരുമകനായ തങ്ങളവറുകൾ മഞ്ചേശ്വരം തങ്ങളവറുകൾ അല്ലേ, ആയിരങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ് അവരുടെ വീടുകളൊക്കെ. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഈ തണലും ഈ നേതൃത്വവും ഒരുപാട് കാലം അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കല്ല തൗഫീഖ് നൽകട്ടെ, നമുക്കല്ല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് അവർക്കും ഈ ആലിമീങ്ങൾക്കും ഈ കൂടിയവർക്കും ഇതിനു വേണ്ടി നല്ലോണം അധ്വാനിച്ചവർക്കും യൂസുഫ് ചാനെ പോലത്തെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ലവർക്കും സഹായിച്ചവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ കാര്യമേറ്റെടുക്കട്ടെ. 5 മിനിറ്റ് തന്നെ, 5 മിനിറ്റിൽ ഇപ്പൊ എന്തും ചെല്ലാൻ കഴിയല്ല. നിങ്ങൾ എന്തെങ്കിലും ചെല്ലിപ്പരി, ഞാൻ എന്തെങ്കിലും മോളാ അതിപ്പോൾ തന്നെ അല്ല ദിക്ർ കഴിഞ്ഞിട്ടാ ഈ ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. അടുത്ത കൊല്ലത്തേക്ക് ഒരു നിങ്ങളെപ്പോലത്തെ നിങ്ങളും ഉണ്ടാവും. അല്ലാഹു ആരോഗ്യവും ആയുസ്സും ഏറ്റിത്തരട്ടെ. ഞങ്ങളെ മക്കൾക്കും അല്ലാഹു തആല അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അടുത്ത കൊല്ലം ഇതേപോലെ ഇതിപ്പോ 2ാമത്തെ റാത്തിബിന്റെ വാർഷികമാണ്, നേർച്ചയാണ്. മാസം തോറും നടത്തപ്പെടുന്ന മഹത്തായ നൂറുകണക്കിന് വിശ്വാസികൾ സംബന്ധിക്കുന്ന ആത്മീയ മജ്ലിസിന്റെ 2ാമത്തെ വാർഷികമാണ്. വിപുലമായ പരിപാടിയായി നടക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അടുത്ത കൊല്ലത്തെ ഒരു വാർഷികവും ഇൻഷാ അല്ലാഹ് തങ്ങന്മാർക്ക് വലിയ ആശയുണ്ട്. ഞങ്ങൾക്കൊരു ആവശ്യവും കൂടിയാണല്ലോ. അല്ലാഹു തആല അതിൽ കൂടാനും അതിൽ സംബന്ധിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ആ അടുത്ത കൊല്ലത്തെ റാത്തിബിനെ ഈ കൊല്ലത്തിനെക്കാട്ടിയും കുറച്ച് ഏറെ ചന്തത്തിലൊരു ഷീറിന് കൊടുക്കണമെന്നുണ്ട്. ഈ കൊല്ലത്തിന്റെ കെട്ടൊന്നും ചെറുതില്ല. അല്ല ഞങ്ങളെന്നല്ല, ഇൻഷാ അല്ലാഹ് വേണ്ടി പോലെ ആക്കാം. തീരുമാനിക്കണ്ട. പിന്നെ അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അത് എങ്ങനെ വേണമെങ്കിൽ സൗകര്യം പോലെ. നമ്മളെ കാട്ടും വലിയോറും നല്ലോരെല്ലാം ഉണ്ട്. അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഷീറണിക്ക് ഒരു ചെറിയൊരു ആവശ്യം ഈ കൊല്ലത്തെല്ലാം നിങ്ങൾ എന്തോ ആക്കണ്ട, അതെല്ലാം ക്ലിയർ ആയിന്. കഴിഞ്ഞ കൊല്ലം നിങ്ങളും വേറുള്ളവരെല്ലാം അപ്പുറം ആക്കിയിട്ട് അൽഹംദുലില്ലാഹ് അത് റാഹത്തായിന്. ഏതായാലും അടുത്ത കൊല്ലത്തേക്കൊന്ന് റാഹത്താക്കണമെന്നുണ്ട്. കുറച്ച് അരിയും കുറച്ച് ഇറച്ചി. അപ്പൊ അതിനൊന്നും നിങ്ങൾ നല്ല മനസ്സിൽ തങ്ങന്മാരെ കണ്ടിട്ട് ഇബ്രാഹിം ബാദുഷാ തങ്ങളെ കണ്ട് ഒന്നവിടൊക്കെ പോണം. എന്ത് മാഷാ അല്ലാഹ് ബറക്കല്ലാഹ്. അടുത്ത കൊല്ലത്തേക്കുള്ള എല്ലാരെയും ഇറച്ചിയും ബഹുമാനപ്പെട്ടവരുടെ പേര് നാട് ആത്തൂർ. മാഷാ അല്ലാഹ്.
ബഹുമാനപ്പെട്ട സക്കരിയാജി അടുത്ത കൊല്ലത്തേക്കുള്ള അരിയും അതുപോലെ തന്നെ ഇറച്ചും എല്ലാം ബഹുമാനപ്പെട്ട സക്കരിയാജി ആ തൂറബറുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട സക്കരിയാജിയുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കട്ടെ. അതെന്തൊരു മനസ്സ്, അത് എന്തൊരു തൗഫീഖ്, അത് എന്തൊരു ഭാഗ്യമാണ്. അല്ലാഹു ആരോഗ്യവും ആയുസ്സും അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അങ്ങനെയുള്ള നല്ല മനസ്സുള്ളവരെ ഈ ദീനിന് ഒരുപാട് കാലം സേവിക്കാനും ഞങ്ങൾക്ക് കാണാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സക്കരിയാജി അടുത്ത കൊല്ലത്തേക്കുള്ള ആ ഇറച്ചും അതുപോലെ തന്നെ ആ അരിയും ഏറ്റെടുക്കുമ്പോ ആ നല്ല മനുഷ്യന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്ത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് എന്ത് ഞങ്ങൾക്കറിയില്ല. നല്ലവനായ അല്ലാഹ് ഈ മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, മഹാനരായ ഇബ്രാഹിം ബാദുഷാ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, മുത്തുനബി തങ്ങളെ പൈതങ്ങളായ ഈ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അവരുടെ നല്ല ഉദ്ദേശം ബഹുമാനപ്പെട്ട സക്കരിയാജി ആത്തൂറവറുകളുടെ നല്ല ഉദ്ദേശം നീ നിറവേറ്റി കൊടുക്കല്ലാ. ഞങ്ങളെ കാര്യം മുന്നും പിന്നും നോക്കാതെ ഏറ്റെടുത്ത അവരുടെ കാര്യം നീ ഏറ്റെടുക്കല്ലാ, നീ ഏറ്റെടുക്കല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാൻ ആചാര കണ്ടിനെ എവിടെയോ ഇപ്പൊ എനിക്ക് ഓർമ്മയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് കബൂലാക്കട്ടെ, അല്ലാഹ് കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പ്രത്യേകം ദുആരക്കും. അത് വലിയൊരു തൗഫീഖാണ്. എന്തുവാട്ട് ഞമ്മനെന്തു മാർക്കടാന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ ഒരു പറയാനുള്ള ഒരു മനസ്സ്, അത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൊന്ന് ആലോചിച്ച് നോക്കും. മുന്നൊരു മജ്ലിസിൽ ഞാൻ പോയിട്ടാകുമ്പോ ബദിയെടുക്ക സാലത്തെടുക്ക, അങ്ങനെ ചിലപ്പോൾ ലൈവ് കണ്ടോ ഇല്ലെന്ന് ഞാൻ അറിയില്ല. ലൈവ് അങ്ങനെ നോക്കണമൊന്നുമില്ല, വന്നിട്ടേ വേല നോക്കണം. ലൈവ് നോക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഞമ്മ അതിന്റെ ഭാഗത്തേക്ക് നാളെ അതും വിളിക്കും. മുണ്ടൊക്കൊന്നില്ലല്ലേ, പണ്ടത്തെ മൊബൈൽ പോയിട്ട് മുണ്ടിയ പോലെ മുണ്ടിങ് പോറോട്ടം ചെല്ലല്ല, അതുപോലെ ആവും. അത് പിടി നമ്മളെ വിഷയം അതല്ല. ഞാൻ അവിടെ സാലത്തിറക്ക് പോയിട്ടാകുമ്പോ അവിടെ ഒരു പള്ളി കുറച്ച് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി. ഒരു കാണാന് തീരെ ഒരു തടിയില്ലാത്തൊരു സാധുവായ ഒരു മനുഷ്യൻ. എൻ്റെ ഓർമ്മ ഇബ്രാഹിം എന്നാണ് അയാളെ പേരും. അല്ലാഹു ആഫിയത്ത് ആരോഗ്യമായിട്ട് കൊടുക്കട്ടെ. അയാളെ മജ്ലിസിലേക്ക് വന്നിട്ട് ഐസ്ക്രീം കൊടുക്കും പോലെ ഉസ്താദിന്റെ കയ്യിൽ, അവിടെ ഉള്ള തങ്ങന്മാർ ഉസ്താദിന്റെ കയ്യിൽ 1.5 ലക്ഷം ഉറുപ്പ് ഏൽപ്പിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് ഇത് എന്റെ സംഭാവന, ദ്വാരക്കോണം. നമുക്കൂടെ ഒരു 100 രൂപ കേൾക്കുമ്പോ മൂത്രത്തിന്റെ കല്ല് തുടങ്ങും. അല്ല, അത് എന്തൊരു തൗഫീഖ്, അത് ചെറിയ വിഷയമാണോ? ഞമ്മ അവരെ നോക്കണ്ട. അത് എന്തൊരു മനസ്സ്, അത് എന്തൊരു തൗഫീഖ്. അല്ലാഹു തആല അതിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ മുതൽ കച്ചവടം ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആചാർ എന്ത് ചൊല്ലിയ ഷമീം ആര് മരിച്ചുപോയവരുടെ പേരിൽ പ്രത്യേകം ദ്വാരക്കാൻ, പിന്നെ കുടുംബത്തിൽ രോഗികളുടെ പേരിൽ ദ്വാരക്കാൻ ആചാർക്ക് പ്രത്യേകിച്ചു. അല്ലാഹു തആലയുടെ പ്രതിഫലം ആ മരണപ്പെട്ടു പോയവരിലേക്ക് എത്തിക്കട്ടെ. നിങ്ങൾ എപ്പോഴും ദുആരക്കുമ്പോൾ ആ നല്ല ദുആകളിൽ ഞങ്ങളെയും കൂട്ടിക്കോളി. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആയിൽ നിങ്ങളും ഉണ്ടാവും. അല്ലാഹു സ്വാലിഹീങ്ങളുടെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യൂസുഫ് കടബ എന്ന് പറയുന്ന സഹോദരന് 3313 രൂപ. പടച്ചോനെ നീ കബൂലാക്കണേയല്ല, സ്വീകരിക്കണേയല്ല, മുറാദ് ഹസിലാക്കി കൊടുക്കണേയല്ല. അവർക്കും ഞങ്ങൾക്കും നീ 2 ലോകത്തും ഖൈറും ബർക്കത്തും ഏറ്റിത്താ അല്ലാ. നിന്നെ മറന്നു കളയാത്ത മുതല് നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന സമ്പത്ത്, സമുദായത്തിന് ഉപകാരപ്പെടുന്ന സമ്പത്ത്, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സമ്പത്ത് ധാരാളം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് കൊടുത്ത പോലോത്ത ഭാഗ്യം ഞങ്ങൾക്കും നീ തരണേ അല്ലാ, ഞങ്ങൾക്കും നീ തരണേ അല്ലാ. ഒരുപാട് കടങ്ങളുണ്ട് റബ്ബേ, കടങ്ങളുണ്ട് റബ്ബേ, കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട്. രണ്ടിനും നീ നല്ല മനസ്സും ഹലാലായ വഴിയും തുറന്നു കൊടുക്കല്ലാ, തുറന്നു താല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കല്ലാ.
ഞങ്ങളെയും കൂട്ടിക്കോളി. ഞങ്ങളെ ദുആയിൽ എപ്പോഴും നിങ്ങളും ഉണ്ടാവും. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നല്ലേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മുസ്തഫായ റസൂലുള്ളാഹി. ഇരിക്കി ഇൻഷാ അല്ലാഹ് പിന്നെ മുസാഫാത്ത് ചെയ്യാ. നിങ്ങൾ ബുദ്ധിമുട്ടാക്കണ്ട, ഇരിക്കി. അവിടെ നിന്ന് ആദരിച്ചിട്ട് മാറി നിൽക്കലും ഒരു ബഹുമാനാണ്. കൈമുത്തലും ബഹുമാനാണ്. ബുദ്ധിമുട്ടാവോ എന്ന് തോന്നിയിട്ട് മാറി നിൽക്കലും വലിയ ബഹുമാനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. കുമ്പോൾ തറവാടെന്ന ഞങ്ങൾ ആത്മീയ കേന്ദ്രത്തിന്റെ കാരണവർ മഹാനരായ സയ്യിദ് കേസ് ആറ്റക്കോയ തങ്ങളെന്ന മഹാനുഭാവന്റെ പ്രിയപ്പെട്ട മകൻ, നമ്മുടെ ഇന്നത്തെ ഈ വേദിയുടെ നിറസാന്നിധ്യം, ആത്മീയ സാന്നിധ്യം. ബഹുമാനപ്പെട്ട തങ്ങളെ കുറിച്ച് ഞാൻ മുഞ്ഞാന്ന് കുറുസംകോടിയിലും ഉണ്ടിയതും തങ്ങൾ 40ാമത്തെ പേരക്കിടാവാണ് എന്നോട് പറഞ്ഞതും ഞാനൊരു 10-15 മിനിറ്റ് പിന്നെ പറഞ്ഞു തരാം. എനിക്ക് തങ്ങ ഇന്ന് അറിയൂല്ലേ, നോട്ടീസിൽ കണ്ട്. പക്ഷെ അത് ഞാനങ്ങനെ നാളെ അങ്ങനെ ആയിലാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പോയി. ഏത് പാട്ട്? അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത കൊല്ലത്തേക്കുള്ള ഇറച്ചും കാര്യങ്ങളെല്ലാം ഒരാൾ ഏറ്റെടുത്തു. അള്ളാഹു അവരുടെ കാര്യങ്ങളും ഞങ്ങളെ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಮುಖ್ಯ ಪ್ರಭಾಷಣಗೈದಂತಹ ಉಸ್ತಾದ್ ಹನೀಫ್ ನಿಸಾಮಿ ಮುಖಾಳ್ ಅವರಿಗೆ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಕಾರ್ಯಕ್ರಮದ ಮುಖ್ಯ